ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓക്കെ, അപ്പോൾ ഐശ്വര്യമായിട്ട് നമ്മൾ അടുത്ത ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആർ പി എഫിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്സിന്റെ പാർട്ട് 1 ആണ്. ടോട്ടൽ 4 ക്ലാസ്സുകളാണ് മാത്സിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അഥവാ ഓരോ ടോപ്പിക് വൈസ് അല്ല പോകുന്നത്, അഥവാ നമ്മുടെ എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ഓരോ പാർട്ടുകൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇത് മാത്സിൽ നിന്ന് ഒരു 4 പാർട്ട് ഉണ്ടാവും, അതേപോലെ റീസണിംഗ് നിന്നും 4 പാർട്ട് ഉണ്ടാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓരോ 1 hour സെക്ഷൻസ് ഓരോ പാർട്ടിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ആർ പി എഫ് എസ്ഐയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആർ പി എഫ് കോൺസ്റ്റബിളിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. രണ്ടും കമ്പൈൻഡ് ആയിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ സിമ്പിൾ ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരു SSC ലെവലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് മാത്സിന്റെ ക്വസ്റ്റ്യൻസ്. പക്ഷെ എങ്കിലും ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് വളരെ നല്ല രീതിയിൽ വളരെ സാവധാനത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുക, ഈ ഒരു സീരീസ് നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ കണ്ടാൽ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഞാൻ ഉറപ്പ് തരികയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ പാർട്ട് 1 സ്വാഗതം. എല്ലാ ചാപ്റ്റേഴ്സിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാൻ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം ഏതാണ് ചാപ്റ്റർ എന്ന് പറയും, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ചോദ്യം ഇതാണ്: The interest earned after 5 years for a certain sum under the simple interest at 12% per annum is Rs 5,100. Find the amount invested. ഇതെന്തിന്റെ ക്വസ്റ്റ്യൻ ആണ്? സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ, അഥവാ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ അതിൽ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് കാണുന്നത്. ഓക്കെ, നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. SIC ഈക്വൽ ടു PRT by 100 എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. പക്ഷെ സാധാരണ നമ്മൾ എന്ത് ചെയ്യാറില്ല, ഈ ഇക്വേഷൻ അങ്ങ് വല്ലാതെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, നമ്മൾ പെർസെന്റേജിന്റെ മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് എന്ത് ചെയ്യുക, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാറുള്ളത്. അഥവാ പ്രിൻസിപ്പിൾ എപ്പോഴും 100% ആയിരിക്കും. പ്രിൻസിപ്പിൾ എപ്പോഴും 100% ആയിരിക്കും. പ്രിൻസിപ്പിൾ എപ്പോഴും എന്തായിരിക്കും? 100% ആയിരിക്കും. ഓക്കെ, പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനൊരു ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. ഞാനൊരു 50,000 രൂപയാണ് ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിൻസിപ്പിൾ എന്താണ്? 50,000 രൂപയാണ്. ഓക്കെ, ഇപ്പൊ ഈ ക്വസ്റ്റ്യനിലാണെങ്കിലോ 5 years കഴിഞ്ഞിട്ട് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 5,100. ഞാൻ സെർട്ടേൺ സമ്മ് ബാങ്കിൽ നിക്ഷേപിച്ചു, അത് 5 years കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എന്ത്? 5,100. അപ്പൊ പ്രിൻസിപ്പിൾ എപ്പോഴും 100% ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് എപ്പോഴും എത്രയായിരിക്കും? 12% ആണ് എന്ത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 12% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് ഒരു വർഷത്തേക്ക് 12% പെർ ആനം. ഇതിന്റെ അർത്ഥം എന്താ? പെർ ആനം അല്ലെ. 12% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു വർഷത്തേക്കുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് എന്ത്? 12%. അപ്പൊ 5 വർഷത്തേക്കുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തായിരിക്കും? 12 into 5 60% ആയിരിക്കും. 60% ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താ വരിക? 60% വരിക. അപ്പൊ എമൗണ്ടോ? അപ്പൊ 5 വർഷം കഴിഞ്ഞാലുള്ള എമൗണ്ട് കാണണമെങ്കിൽ പ്രിൻസിപ്പിളും ഇൻട്രസ്റ്റും കൂട്ടുക. 100% പ്ലസ് 60%, 120% ആയിരിക്കും എന്ത് എമൗണ്ട് വരിക. ഇതങ്ങ് കമ്പയർ ചെയ്താൽ മതി. അഥവാ ഈ ക്വസ്റ്റ്യനില് ഇനി ഈ ക്വസ്റ്റ്യനോട് തിരിച്ചു വരാം കേട്ടോ. ഈ ക്വസ്റ്റ്യനില് 12% പെർ ആനം 5 ഇയറിലുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എന്ത്? 5,100. ഓക്കെ, 12% പെർ ആനം 5 yearsലോട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 5,100. അപ്പോ 12% into 5 എന്ത് വരും? 60%. 60%. ആ 60%ത്തിന്റെ വാല്യൂ ആണെന്ത്? 5,100. നമുക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ്. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ? പ്രിൻസിപ്പിൾ ആണ്. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിളാ. പ്രിൻസിപ്പിൾ എപ്പോഴും എന്തായിരിക്കും? 100% ആയിരിക്കും അല്ലെ. 60%ത്തിന്റെ വാല്യൂ 5,100 ആണെങ്കിൽ 100%ന്റെ വാല്യൂ എന്താണ്? എന്ത് വരും? 60% 5,100 ആണെങ്കിൽ 1% 5,100 by 60. 100% 5,100 ഡിവൈഡ് ബൈ 60 into 100 അല്ലെ. ഇവിടെ 0 ക്യാൻസൽ. 51 എത്ര 3 ഉണ്ട്? 17 3. പിന്നെ 6 2 3. ഓക്കെ, 170 ഇവിടെ 170 ഇല്ല. 170 രണ്ടും ക്യാൻസൽ ആക്കിയാൽ 85. 85 into 100 എന്താ? 8,500. 8,500 ആയിരിക്കും എന്ത്? നമ്മുടെ എമൗണ്ട്.
ഓപ്ഷൻ ഡി ആണെന്ത് ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഒരിക്കൽ കൂടി പറയാം, 5 വർഷത്തേക്ക് 12% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ അവിടുത്തെ ഇൻട്രസ്റ്റ് എത്രയാ, സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാ, 60%, 60%, അല്ലെ? അതിന്റെ വാല്യൂ ആണ് 5100. എമൗണ്ട് ഇൻവെസ്റ്റഡ് എത്ര എന്ന് ചോദിച്ചാൽ എന്താണ്, അത് പ്രിൻസിപ്പിൾ ആണ്. പ്രിൻസിപ്പിൾ എപ്പോഴും എന്തായിരിക്കും, 100% ആയിരിക്കും. 60% 5100 ആണെങ്കിൽ 1% 5100/60 ഇവിടെ ചെയ്തത്. അപ്പൊ 100% 5100 ഡിവൈഡ് ബൈ 60 × 100 എന്ത് വരും, 8500 വരും. ഓക്കെ, ഇപ്പൊ ആരെങ്കിലും 5 വർഷം കഴിഞ്ഞാലുള്ള എമൗണ്ട് ചോദിച്ചാൽ എന്താ കാണേണ്ടത്, 5 വർഷം കഴിഞ്ഞാലുള്ള എമൗണ്ട് ചോദിച്ചാൽ എന്താ കാണേണ്ടത്, അപ്പോ 160% വാല്യൂ ആണ് കാണേണ്ടത്, അല്ലെ? 100% പ്രിൻസിപ്പൽ, 60% ഇൻട്രസ്റ്റ്. അപ്പോ 5 വർഷം അല്ല 5 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് എന്ത്, 60%. അപ്പൊ 5 വർഷം കഴിഞ്ഞാൽ എമൗണ്ട് എന്തായിരിക്കും, 160% വാല്യൂ ആണ് കാണേണ്ടത്. അപ്പൊ എന്താ വരിക, 60% 5100 ആണെങ്കിൽ 1% 5100/60, 160% 5100/60 × 160, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, 5100/60 × 160, ഇത് എന്താ സോൾവ് ചെയ്താൽ ആൻസർ ആയി. ഇതെന്താണ്, എമൗണ്ട് ആണ്. വേണമെങ്കിൽ സോൾവ് ചെയ്യാൻ, ഇവിടെ 0 ക്യാൻസൽ, ഇവിടെ 17 3, ഇവിടെ 2, ഇവിടെ 170 2 ക്യാൻസൽ ആക്കുമ്പോൾ 85, 85 × 160 ചെയ്യണം. അപ്പൊ ആദ്യം 85 × 16 ചെയ്യാം. 6 5 30 ഇഷ്ടം 3, 8 6 48, 48 5 53, 53 3, 56 6 ഇഷ്ടം 5, 1 8 8 8 5 13, പിന്നെ ഒരു 0 ഉണ്ട്, എന്തുവരും 13600. ഓക്കെ, 13600, അല്ലെ? ഇവിടെ ഈ 8000, ഇവിടെ നമ്മുടെ പ്രിൻസിപ്പിൾ എത്രയാ, 5100 ആണ്. പ്രിൻസിപ്പിൾ ഇൻട്രസ്റ്റ് കൂട്ടിയാലും മതി. പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് കിട്ടിയാൽ എന്ത് കിട്ടും, എമൗണ്ട് കിട്ടും. ഇവിടെ 5100 8500 കൂട്ടിയാൽ എന്താ വരുന്നത്, 0 0 0 + 0 0, 5 1 6, 8 5 13, 13600 വരുന്നില്ലേ? ആ സെയിം 13600 തന്നെയാണ് എന്ത്, എമൗണ്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്തത്, ഇൻട്രസ്റ്റ് 12% ആണ്, അത് 1 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ 5 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് എന്താ വരിക, 12 × 5 60%, അതിന്റെ വാല്യൂ ആണ് എന്ത്, 5100. അപ്പൊ എമൗണ്ട് കിട്ടണമെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കിട്ടണമെങ്കിൽ 100% കണ്ടാൽ മതി. 2 സ്റ്റെപ്പ്. ബാക്കിയൊക്കെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ചില ആൾക്കാർ ഇതെന്ത് ചെയ്യും, ആ ഒരു ബേസിക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യും, പക്ഷെ അതിന് ആവശ്യം ഇവിടെ ഇല്ല. അഥവാ ഫോർമുല എന്താണ്, ഫോർമുല ഉപയോഗിച്ച് ചെയ്യാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പക്ഷെ ചില ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. എന്താണ്, SIC = PRT/100. നിങ്ങൾ തീരെ ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യാന്നുള്ളതല്ലാതെ ചില ആൾക്കാർ ഫോർമുല മാത്രം പഠിച്ചു വരും. അങ്ങനത്തെ ആൾക്കാർ ഇവിടെ SI എത്രയാ, 5100, അത് ഇവിടെ കൊടുക്കും. 5100 = പ്രിൻസിപ്പൽ നമുക്ക് അറിയില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12%, പിന്നെ ടൈം പീരീഡ് എന്താ 5 ഇയർ, ഡിവൈഡ് ബൈ 100. ഓക്കെ, ഇപ്പൊ പ്രിൻസിപ്പൽ എന്ത് വരും, പ്രിൻസിപ്പൽ = 5100 × 100/12/5 എന്ത് വരും, 60. ഓക്കെ, ഇവിടെ 0 0 ക്യാൻസൽ, ഇവിടെ എന്താണ് 6 51 ക്യാൻസൽ, 17 3, ഇവിടെ 2 3, ഈ 170 എന്താ 2 ക്യാൻസൽ ആക്കിയാൽ 85, 85 × 100 എന്ത് വരും, 8500. ഈ രീതിയിൽ ചെയ്യാറുണ്ട്, പക്ഷേ ഈ രീതിയിൽ നമ്മൾ നോക്കേണ്ടത് 12% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അത് 1 വർഷത്തേക്ക്. അപ്പൊ 5 വർഷത്തേക്ക് 12 × 5 60% ആണ് ഇൻട്രസ്റ്റ് വരിക. അതിന്റെ വാല്യൂ ആണ് എന്ത്, 5100. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ 100%ന്റെ വാല്യൂ എന്താണ്, ഇത്ര സ്റ്റെപ്പ്, ഈ 2 സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ 5100 ഡിവൈഡ് ബൈ എന്താണ് 60 × 100 ചെയ്താൽ എന്ത് കിട്ടും, 8500 കിട്ടും. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ? യെസ്, ഏത് ആൻസർ, ഓപ്ഷൻ ഡി ആണെന്ത് ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തിന്റെ ക്വസ്റ്റ്യൻ ആണ്, അടുത്ത ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് ഞാൻ പറയാം, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ, കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില, സെല്ലിംഗ് പ്രൈസ് വിറ്റ വില. ഓക്കെ, ഇപ്പൊ സെല്ലിംഗ് പ്രൈസ് കൂടുതലാണെങ്കിലാണ് പ്രോഫിറ്റ് വരിക. പ്രോഫിറ്റ് = സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, അല്ലേ? ഇപ്പൊ 100 രൂപയാണ് കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വിലയെങ്കിൽ വിറ്റ വില 120 രൂപയാണെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് എന്താണ്, 20 ആണ്. പ്രോഫിറ്റ് എങ്ങനെ കാണാം, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് പ്രോഫിറ്റ് കാണാം. അപ്പൊ ഇനി ചില കച്ചവടത്തിൽ എന്താവും, ലോസ് ഉണ്ടാവും. ഇപ്പോ CP വാങ്ങിയ വില ഒരു 100 ആണെന്ന് വിചാരിക്കുക, SP വിറ്റ വില അതൊരു 80 വിചാരിക്കുക. അപ്പൊ ഇവിടെ എന്താണ്, 20 ലോസ് ആണ്. അപ്പൊ ലോസ് എങ്ങനെ കാണാം, ലോസ് വരുമ്പോ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും കൂടുതൽ, അല്ലെ? കോസ്റ്റ് പ്രൈസ് മൈനസ്
സെല്ലിംഗ് പ്രൈസ് ആണ് എന്ത് വരിക, ലോസ് വരിക. ഓക്കെ, കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ് എന്ത് വരിക, ലോസ് വരിക. ഓക്കെ, ഇനി അപ്പോ എന്താ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് പ്രോഫിറ്റ് പെർസെന്റേജ്, ലോസ് പെർസെന്റേജ്. ഈ പ്രോഫിറ്റ് പെർസെന്റേജും ലോസ് പെർസെന്റേജും ഓൺ ദി ബേസ് ഓഫ് സി പി ആണ്. പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സി പി ഇൻറ്റു 100 ആണ്. കോസ്റ്റ് പ്രൈസ് ആണ് താഴെ വരിക കേട്ടോ. ഇപ്പൊ ലോസ് പെർസെന്റേജ് ആണെങ്കിൽ ലോസ് ഡിവൈഡ് ബൈ സി പി ഇൻറ്റു 100 ആണ്. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സി പി ഇൻറ്റു 100 ആണ്. പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സി പി ഇൻറ്റു 100 ആണ്. ലോസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് ഡിവൈഡ് ബൈ സി പി ഇൻറ്റു 100 ആണ്. ഓക്കെ, ഇവിടെ എന്താണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്താ, ഒരു ഷോപ്പ് കീപ്പർ ബൗട്ട് ആൻ ആർട്ടിക്കിൾ RS 355 അല്ലെ, 355 രൂപയ്ക്ക് ഒരു ആർട്ടിക്കിൾ വാങ്ങി, അതായത് വാങ്ങിയ വില, അതാണ് ഷോപ്പ് കീപ്പറെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് പ്രൈസ്. അപ്പൊ അയാളെ കോസ്റ്റ് പ്രൈസ് എന്താണ്, 355 ആണ്. പിന്നെ ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ RS 284 അല്ലെ, 284 രൂപയ്ക്ക് വിറ്റു. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്താണ്, 284 ആണ്. ഇവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ലോസ് ആണ്. കാരണം കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറവാണ് സെല്ലിംഗ് പ്രൈസ് അല്ലെ, ലോസ് ആണ്. എത്ര രൂപയുടെ ലോസ് ആണ്, 284 355 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ വരിക, 284 6 290, 290 10 300, 355 355 അല്ലെ, 6 1 6 5 11 ഇഷ്ടം 1 71 രൂപ ലോസ് ആണ്, 71 രൂപ ലോസ് ആണ്. ഓക്കെ, അപ്പൊ ലോസ് പെർസെന്റേജ് എങ്ങനെ കാണാം, ലോസ് ഡിവൈഡ് ബൈ സി പി ഇൻറ്റു 100 ആണ്. താഴെ സി പി ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ലോസ് എന്താ ഇവിടെ 71 ഡിവൈഡ് ബൈ സി പി എന്താ, കോസ്റ്റ് പ്രൈസ് 355 ഇൻറ്റു 100. ഓക്കെ, 71 355 എങ്ങനെ മനസ്സിലാക്കാം, 71 ഇൻറ്റു 5 ആണ് 355. അഥവാ ഇതിൽ ഒരു 71, 355 5 71 അല്ലെ, 71 ഇൻറ്റു 5 എന്താ, 71 ഇൻറ്റു 5 ഒരു 5 5 7 35 അല്ലെ, 71 ഇൻറ്റു 5 ആണ് 355. ഇവിടെ 1/5 വരും. 1/5 ഇൻറ്റു 100 എന്താ വരിക, 5ഉം 100ഉം ക്യാൻസൽ ആക്കി എന്തൊരു 20. 1/5 ഇൻറ്റു 100 എന്താ വരിക, 20% ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്. അപ്പോ പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100, ലോസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇവിടെ 355 രൂപക്ക് വാങ്ങിയ സാധനം 284 രൂപക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ 71 രൂപ നഷ്ടം. അപ്പോ നഷ്ട ശതമാനം ലോസ് പെർസെന്റേജ് കാണാൻ ലോസ് ഡിവൈഡ് ബൈ സി പി ഇൻറ്റു 100 ആണ്. 71/355 ഇൻറ്റു 100 എന്ത് വരും, 20% ലോസ് എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണെന്ത് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദി ഏരിയ ഓഫ് റോംബസ് ഹൂസ് ഡയഗണൽ ആർ 71 സെന്റിമീറ്റർ ആൻഡ് 72 സെന്റിമീറ്റർ. അടുത്ത എന്താണ്, മെൻസുറേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഇത്. എന്താ ഓരോരോ ചാപ്റ്റർ മാറി വരും കേട്ടോ. ഓക്കെ, ഇതെടുക്കാൻ എന്താ എനിക്ക് സാധാരണ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ത്രില്ലിംഗ് ഉണ്ട്. ഓക്കെ, സാധാരണ ഞാൻ എന്താ സിജൽ സീരീസ് ഒക്കെ ചെയ്യാറുള്ളത് ഓരോരോ ടോപ്പിക്കാണ് അല്ലെ, എന്താ പറയാ, ആദ്യം പെർസെന്റേജ് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആ രീതിയിലാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പോ ഞാൻ എന്താണ് എല്ലാം കമ്പൈൻഡ് ആയിട്ട് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതെനിക്കൊരു പേഴ്സണലി ഒരു രസമുണ്ട്, അത് പറയാൻ നിങ്ങളോട്. റോംബസിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയോ? റോംബസ് എന്താണെന്ന് അറിയോ? റോംബസ് അറിയില്ലെങ്കിൽ പാരലോഗ്രാം അറിയോ? എന്താ പാരലോഗ്രാം എല്ലാവർക്കും അറിയായിരിക്കും. ഇതാണ് പാരലോഗ്രാം, ഈ ചെരിഞ്ഞൊക്കെ വരയ്ക്കുന്ന സാധനം. എന്താ, മെൻസുറേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് പാരലോഗ്രാം. ഇപ്പോ ഈ സൈഡ് എ ആണെങ്കിൽ ഈ സൈഡും എ, ഈ സൈഡ് ബി ആണെങ്കിൽ ഈ സൈഡും ബി. റോംബസ് ആണെങ്കിലോ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. നമ്മൾ സ്ക്വയർ പറയുന്ന പോലെ തന്നെ, പക്ഷെ ഇത് ചെരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ആംഗിൾ ഒരു 90 ഡിഗ്രി വരില്ല. സ്ക്വയറിലാണെങ്കിൽ ഇത് 90 ഡിഗ്രി വരുമല്ലോ അല്ലെ, പക്ഷെ റോംബസിലും പാരലോഗ്രാമിലും 90 ഡിഗ്രി വരില്ല ആ ഒരു ആംഗിൾ. ഓക്കെ, ഇത് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അതാണ് റോംബസിന്റെ പ്രത്യേകത. എല്ലാ സൈഡും ഈക്വൽ. ഇത് എ ആണെങ്കിൽ ഇതും എ, ഞാൻ വരച്ചു നോക്കണ്ട, ഇതും എ ഇതും എ. ഇനി ഇതിന്റെ ഏരിയ കാണാനുള്ള 2 ഇക്വേഷൻ ഞാൻ പറയാം തൽക്കാലം. ഇക്വേഷൻസ് പല ഇക്വേഷൻസ് ഉണ്ട്, നമുക്ക് എന്താ ബേസിക് ക്ലാസ് എടുക്കുമ്പോൾ പറയാം. ഇവിടെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഏരിയ കാണാൻ ഇക്വേഷൻ. ഇപ്പൊ ഇവിടുത്തെ ഹൈറ്റ് അറിയാന്നുണ്ടെങ്കിൽ, പാരലോഗ്രാമിന്റെ ഇവിടുത്തെ ഹൈറ്റ് അറിയാന്നുണ്ടെങ്കിൽ ഈ ബേസ് ഉണ്ടല്ലോ, ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ എ ആണല്ലോ ബേസിൽ, അപ്പൊ എ എച്ച് ബേസ് ഇൻറ്റു ഹൈറ്റ് ഏരിയ ആണ്. അതേപോലെ തന്നെ ഇവിടെയും ഹൈറ്റ് എച്ച് ആണെങ്കിൽ ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെയും ബേസ് എന്താണ്, എ ആണ്, എ എച്ച് ആണ്.
ഇനിയിപ്പോ ഇത് ബേസ് ആക്കിയാൽ അടുത്തിലോട്ടുള്ള ഹൈറ്റ് എവിടെ നിന്നാണോ ബേസ് അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റ് ആണ് എടുക്കേണ്ടത്. ഇതാണ് ഏരിയ കാണാനുള്ള ഒരു ഇക്വേഷൻ. പക്ഷെ ഇതെന്താണ് ബേസും ഹൈറ്റും തമ്മിലുള്ള ഏരിയ കാണാനുള്ള ഇക്വേഷനാണ്. പക്ഷെ ഇനി ഡയഗണൽ തന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇനി ഡയഗണൽ തന്ന ഏരിയ കാണാനുള്ള ഇക്വേഷൻസ് വേറെ ഉണ്ട്. ഇത് അറിയാത്തവർക്ക് നോട്ട് ചെയ്ത് കേട്ടോ. ഡയഗണൽ തന്ന ഏരിയ കാണാനുള്ള ഇക്വേഷൻ വേറെ ഉണ്ട്. അഥവാ അത് റോംബസിനും ഉണ്ട് പാരലോഗ്രാമിനും ഉണ്ട്. പക്ഷെ റോംബസിന് കുറച്ചും കൂടി സിമ്പിൾ ആണ്. പാരലോഗ്രാം ഒരു വേറെ സാധനം എക്സ്ട്രാ വരും, ഞാൻ പറയാം എന്തായാലും. അവിടെ നോക്കുമ്പോൾ ഡയഗണൽ എന്താ, നമുക്ക് ആദ്യം റോംബസിന്റെ പറയാം. ഡയഗണൽ ഇപ്പൊ റോംബസ് ഇതല്ല ഡയഗണല്, ഇതൊരു ഡയഗണല്, ഇത് അടുത്ത ഡയഗണല്. ഓക്കെ, ഒന്നാമത്തെ ഈ ഡയഗണൽ ലെങ്ത് ഈക്വൽ ആവൂല കേട്ടോ. ഒന്നാമത്തെ ഡയഗണൽ ലെങ്ത് D1 ആണ്, അടുത്ത ഡയഗണൽ ലെങ്ത് D2 ആണ്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഡയഗണൽ ലെങ്ത് D1 ഉം അടുത്ത ഡയഗണൽ ലെങ്ത് D2 ആണെങ്കിൽ ഈ ഏരിയ കാണാനുള്ള അടുത്ത പ്രധാനപ്പെട്ട ഇക്വേഷൻ ഹാഫ് D1 D2 ആണ്. ഹാഫ് D1 D2 ഈ ഇക്വേഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഹാഫ് D1 D2 ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് പാരലോഗ്രാമിന്റെ കേസ് വരുമ്പോൾ ഇവിടെ റോംബസിന്റെ ഒരു പ്രത്യേകത, ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ശരിക്കും ഹാഫ് D1 D2 സൈൻ തീറ്റ എന്ന് കൊടുക്കണം. പക്ഷെ ഇവിടെ സൈൻ തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ട് സൈൻ 90 എന്താണ് 1 ആണ്. അപ്പൊ അത് 1 ആയിട്ട് പോകും. ഇപ്പൊ ജസ്റ്റ് ഇതിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താ, ഹാഫ് D1 D2. റോംബസിന്റെ ഡയഗണൽ തന്നിട്ട് ഏരിയ കാണാൻ ഇക്വേഷൻ ഹാഫ് D1 D2 ആണ്. പക്ഷേ പാരലോഗ്രാമിന്റെ കേസിൽ വരുമ്പോ ശ്രദ്ധിക്കാം, പാരലോഗ്രാമിന്റെ കേസിൽ വരുമ്പോ അവിടെ ആ ആംഗിൾ 90 ഡിഗ്രി അല്ല, അവിടെ ഒരു തീറ്റ. ഇതിപ്പോ ഒരു ഡയഗണൽ D1 ഉം അടുത്ത ഡയഗണൽ D2 ആണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഏരിയന്റെ ഇക്വേഷൻ ഹാഫ് D1 D2 സൈൻ തീറ്റയാണ്. ഹാഫ് D1 D2 സൈൻ തീറ്റ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ തീറ്റ എന്താണ് സാർ ചോദിക്കും. തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ഡയഗണൽ തമ്മിലുള്ള ആംഗിൾ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന അടുത്തൊരു കാര്യമാണ്, ഇപ്പൊ ഇത് തീറ്റ ആയിട്ട് എടുക്കാം, ഡയഗണൽ തമ്മിലുള്ള ആംഗിൾ. ഇതെന്താണ്, അത് 180 മൈനസ് തീറ്റയാണ്. ഇതിൽ ഏത് ആംഗിൾ എടുക്കേണ്ടത്? ഇപ്പൊ ഞാൻ പറയും ഇത് രണ്ടെടുത്താലും ശരിയാണ്. കാരണം സൈൻ തീറ്റയും സൈൻ 180 മൈനസ് തീറ്റയും എന്താണ്, സെയിം ആണ്. അതിനും എന്താ അല്ലെ, സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ക്വാർട്ടറിലെ വരിക അല്ലെ. 180 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് സൈൻ തീറ്റ തന്നെ ആയിരിക്കും. സെക്കൻഡ് ക്വാർട്ടറിലാവുമ്പോൾ സൈൻ തീറ്റ പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ സൈൻ തീറ്റ എടുത്താലും സൈൻ 180 മൈനസ് തീറ്റ എടുത്താലും സെയിം. അപ്പൊ നിങ്ങൾ ആ തീറ്റ ഏതാണെന്ന് സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഏത് കൊടുക്കാം അല്ലെ. ആ രണ്ട് ഡയഗണലും തമ്മിലുള്ള ആംഗിൾ ആണ്. കാരണം അത് രണ്ടും ഈക്വൽ ആയിരിക്കും. സൈൻ തീറ്റയും സൈൻ 180 മൈനസ് തീറ്റയും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പാരലോഗ്രാമിന്റെ കേസിലാണെങ്കിൽ ഡയഗണൽ തന്നിട്ട് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് D1 D2 സൈൻ തീറ്റ. ഓക്കെ, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് എന്തിന്റെ കേസിലാണ്, റോംബസിന്റെ കേസിലാണ്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഫൈൻഡ് ഏരിയ ഓഫ് റോംബസ് ഫോർ ഡയഗണൽ ആർ 71 സെന്റിമീറ്റർ ആൻഡ് 72 സെന്റിമീറ്റർ. എന്താ കാണാ, ഏരിയ ഈക്വൽ ടു ഹാഫ് D1 D2. ജസ്റ്റ് ഹാഫ് D1 D2 റോംബസ് ആണ്. പാരലോഗ്രാം ആകുമ്പോൾ സൈൻ തീറ്റ വരുള്ളൂ. അപ്പൊ ഹാഫ് D1 D2 അപ്പൊ എന്ത് വരും, ഹാഫ് ഇൻറ്റു 71 ഇൻറ്റു 72 അല്ലെ. ഈ 72ഉം രണ്ടും ക്യാൻസൽ ആക്കാം, 36. 71 36 ചെയ്ത ആൻസർ ആയി. അപ്പൊ നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് നോക്കുമ്പോൾ എല്ലാ സൈഡും 6 ആണ്. അതുകൊണ്ട് അത് നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ ജസ്റ്റ് ഗുണിക്കുക, പെട്ടെന്ന് ഗുണിക്കാൻ വേണ്ടി സിമ്പിൾ ആണ്. 71 ഇൻറ്റു 36 ഗുണിച്ചാൽ മതി. ഓക്കെ, 6 6 AR 42 3 എന്താണ് 45 5 ഇഷ്ടം 4 3 7 3 21 21 4 25 2556. ഓക്കെ, 2556 ആയിരിക്കും നമ്മുടെ ഏരിയ. 2556 അത്രയും സെന്റിമീറ്റർ സ്ക്വയർ, അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് എന്ത് വരുന്നത്, കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഹാഫ് D1 D2 ഏരിയ ഈക്വൽ ടു ഹാഫ് D1 D2 2556 സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ഡി ആണ് എന്ത് വരുന്നത്, ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. നിങ്ങൾ RPF SI അല്ലെങ്കിൽ കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ അതിനായിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സ് ഇപ്പോൾ നമ്മുടെ അക്കാഡമീസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഒരുപാട് ആളുകളുടെ കേന്ദ്ര സർക്കാർ ജോലി അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് റെയിൽവേ ജോലി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, അതിനുവേണ്ടി എല്ലാ രീതിയിലും കൂടെ നിന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അക്കാഡമീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കോഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കോഴ്സ് ഫീ വരുന്നത്
3999 ആണ്. 3999 രൂപയാണ് ഇതിന്റെ കോഴ്സ് ഫീ വരുന്നത്. ഏകദേശം 1550ഓളം ലേണിംഗ് മെറ്റീരിയലുള്ള, അതിൽ 383ഓളം PDF, 709ഓളം വീഡിയോ ക്ലാസ്സുകൾ, 461ഓളം പരീക്ഷകൾ. ആൻഡ് ഇത് ഇവിടെ തീരുന്നില്ല, ഇനിയും നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ക്ലാസ്സുകളായിട്ടോ പരീക്ഷകളായിട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും വീണ്ടും അത് ആഡ് ചെയ്ത് കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പം നെറ്റില്ലാത്ത സമയത്ത് കാണാനായിട്ട് ഓഫ്ലൈൻ ഡൗൺലോഡ് ഫെസിലിറ്റി യൂസ് ചെയ്യാം. ഇപ്പോൾ മൊബൈലിൽ ആപ്പിൽ മാത്രമല്ല, നിങ്ങൾ കമ്പ്യൂട്ടറിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് കമ്പ്യൂട്ടറിലും കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഹിസ്റ്ററി, ജോഗ്രഫി, സ്റ്റാറ്റിക് GK, മാത്സ്, റീസണിങ്, എക്കണോമിക്സ്, കറണ്ട് അഫയേഴ്സ് 2023, കമ്പ്യൂട്ടർ നോളജ്, ഇന്ത്യൻ പൊളിറ്റി, കറണ്ട് അഫയേഴ്സ് 2024 എന്നിങ്ങനെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ 3999 ഒരുമിച്ച് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 1500 രൂപയുടെ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. അല്ല വാട്സപ്പിൽ മെസ്സേജ് അയക്കാനാണെങ്കിൽ അതിന്റെ നമ്പറും എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും എന്തിന്റെ ക്വസ്റ്റ്യൻ ആണ്, വീണ്ടും സിമ്പിൾ ക്വസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഞാൻ ഒരേ പേപ്പറിൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത ക്വസ്റ്റ്യൻസ് ആട്ടോ, അതല്ലാതെ അങ്ങനെ എന്താ പറയാ, ഞാൻ ഇപ്പൊ പറഞ്ഞ മനസ്സിലായല്ലോ, ഒരു പേപ്പറത്തെ ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദി എമൗണ്ട് ഓൺ RS 4300 ആഫ്റ്റർ 4 years ഇൻവെസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 30% per annum. ഞാൻ നേരത്തെ ഫസ്റ്റ് ചോദ്യം പറഞ്ഞല്ലോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് ഇതേപോലെ തന്നെയാണ്, പക്ഷെ ഇതും ഡിഫറൻസ് ഉണ്ട്. ആ ചോദ്യം മനസ്സിലായ ആൾക്കാർക്ക് ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാം അല്ലെ. 4300 രൂപയാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ. നമുക്ക് വേണ്ടത് എമൗണ്ട് ആണ്. എന്താ എമൗണ്ട്? 4300 രൂപയിൽ 4 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് 13% per annum സിമ്പിൾ ഇൻട്രസ്റ്റ് ഉള്ള എമൗണ്ട്. ഓക്കെ മക്കളെ, പ്രിൻസിപ്പിൾ എപ്പോഴും എന്താണ്, 100% ആണ്. പ്രിൻസിപ്പിൾ എപ്പോഴും 100% ആണ്. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാ, 1 വർഷത്തേക്ക് 13%. അപ്പൊ 4 വർഷത്തേക്ക് 13x4 അല്ലെ, 13x4 എന്താണ്, 13x4 14, 40, 3, 12, 52% എന്ത് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ 4 വർഷം കഴിഞ്ഞുള്ള എമൗണ്ട് കാണണമെങ്കിൽ 152% കാണണം. ഓക്കെ ഇവിടെ ഫൈൻഡ് ദി എമൗണ്ട് ഓൺ RS 4300. അപ്പോ ഈ 4300 എന്നുള്ളത് എന്താണ്, പ്രിൻസിപ്പിൾ ആണ്, അഥവാ 100%ന്റെ വാല്യൂ ആണ് എന്ത്, 4300. നമുക്ക് വേണ്ടത് എമൗണ്ട് ആണ്, അതെന്താണ് 152%ന്റെ വാല്യൂ, 152% വാല്യൂ. ഓക്കെ 100% വാല്യൂ 4300 ആണെങ്കിൽ 152% വാല്യൂ എന്താണ് അല്ലെ, 100 × 43 അല്ലേ 4300. ഇപ്പൊ 152 × 43 ചെയ്താൽ പോരെ, ആണ് 100 × 43 ആണ് 4300, 152 × 43 ചെയ്താൽ മതി. ഓക്കെ എന്താണ് 152 × 43 വരിക, 152 × 43. ഇവിടെയും യൂണിറ്റ് നോക്കുമ്പോൾ എല്ലാം 6 ആണ്, അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. വിളിക്കാം 2 3 6 5 3 15, 15 8 23, 23ക്ക് 3 ഇഷ്ടം 2, 3 20, 23, 23 2 25 ഇഷ്ടം 2, 4 4 4 2 6 എന്തുവരും 6536. ഇതായിരിക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ് എന്ത് വരിക, ഈ ഒരു 4ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ പ്രിൻസിപ്പിൾ 100% ആണ്. 4 വർഷത്തേക്ക് 13% per annum ഇൻട്രസ്റ്റിൽ ടോട്ടൽ 52% ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പൊ എമൗണ്ട് എന്താണ് 152% ആണ്. എമൗണ്ട് ആണ് ഇവിടെ കാണേണ്ടത്. 100%ന്റെ വാല്യൂ 4300, അപ്പൊ 152% വാല്യൂ തരും 6536. ഇനിയിപ്പോ ഇൻ കേസ് നമ്മളോട് ചോദിച്ചത് എന്താ പറയാ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്താ കാണേണ്ടി വരിക, 52% ആണ് കാണേണ്ടി വരിക. സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമാണെങ്കിൽ 52% ആണ് കാണേണ്ടി വരിക. പക്ഷെ ഇവിടെ ചോദ്യം എന്താ, ഫൈൻഡ് ദി എമൗണ്ട് ഓൺ, ഫൈൻഡ് ദി എമൗണ്ട് ഓൺ അല്ലെ, എമൗണ്ട് ആണ് ഇവിടെ കാണേണ്ടത്. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ട്രെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ട്രെയിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ട്രെയിൻ എന്ന് പറഞ്ഞാൽ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ സബ് ടോപ്പിക് ആണ് അല്ലെ. ട്രെയിനും ബോട്ടം സ്ട്രീമും അതേപോലെ റേസും അതൊക്കെ എന്താണ്, ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിന്റെ സബ് ടോപ്പിക് ആണ്. മക്കളെ ട്രെയിൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ്, ട്രെയിൻ ഒരു പോയിന്റ് ഒബ്ജക്റ്റിനെ കവർ ചെയ്യുമ്പോൾ, ഇപ്പൊ ഇതൊരു ട്രെയിൻ ആണെന്ന് വിചാരിക്കുക, ഈ ട്രെയിൻ ഒരു പോയിന്റ് ഒബ്ജക്റ്റിനെ കവർ ചെയ്യാണ്. പോയിന്റ് ഒബ്ജക്റ്റ്, ഇതാണ് ഒരു പോയിന്റ് ഒബ്ജക്റ്റ്. ഇതിനെ കവർ ചെയ്യുമ്പോൾ ഈ ട്രെയിൻ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് എത്രയായിരിക്കും, സെയിം സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്തിന് ഈക്വൽ ആയിരിക്കും. അഥവാ ഇപ്പൊ ഇവിടുന്നല്ലേ ഈ ട്രെയിൻ ഇതിനെ എന്താ പറയാ പാസ് ചെയ്യാൻ തുടങ്ങുക. ഇപ്പൊ ഇവിടുന്ന് പാസ് ചെയ്യാൻ തുടങ്ങിയിട്ട്
തുടങ്ങിയിട്ട് ഈ ട്രെയിൻ ഇവിടുന്ന് പാസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ ഇതിന് പുറത്തോട്ട് വരണം അല്ലെ. ഇതിന് പുറത്തോട്ട് വരുമ്പോ ഇവിടുത്തെ ഈ ട്രെയിനിന്റെ ലെങ്ത് എത്രയാണോ അത് അത് ആ സെയിം ട്രെയിൻ കേട്ടോ, ട്രെയിൻ തന്നെയാണ്. ട്രെയിനിന്റെ ലെങ്ത് എത്രയാണോ ആ സെയിം ലെങ്ത് തന്നെയായിരിക്കും ട്രെയിൻ കവർ ചെയ്യുന്ന ദൂരം. അപ്പോൾ അഥവാ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇവിടെ ഡിസ്റ്റൻസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി ട്രെയിൻ ആണ് വരിക. ലെങ്ത് ഓഫ് ദി ട്രെയിൻ, ഡിസ്റ്റൻസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി ട്രെയിൻ. ട്രെയിൻ ഒരു പോയിന്റ് ഒബ്ജക്റ്റിനെ കവർ ചെയ്യുമ്പോൾ, പോയിന്റ് ഒബ്ജക്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പോയിന്റ് ഒബ്ജക്റ്റ് ആവാം, ഇനി ഇവിടെ പോൾ ആവാം, ഒരു ട്രീ ആവാം. ഇതൊക്കെ ക്വസ്റ്റിൽ വരുന്നതാണ്. ഇപ്പൊ ഈ ക്വസ്റ്റിൽ എന്താണ് ഒരു സിഗ്നൽ എന്താണ് പോയിന്റ് ഒബ്ജക്റ്റ് ആണ് ഒരു സിഗ്നൽ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്, ഇതൊക്കെ എന്താണ് പോയിന്റ് ഒബ്ജക്റ്റ്. ഈ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിന് പ്രത്യേകിച്ച് ട്രെയിനുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്തില്ല, അതിന്റെ ലെങ്ത് നെഗ്ലിജിബിൾ ആണ് അല്ലെ. ട്രെയിനുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ലെങ്ത് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ ട്രെയിൻ ഒരു പോയിന്റ് ഒബ്ജക്റ്റിനെ കവർ ചെയ്യുമ്പോൾ ട്രെയിൻ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ ഒരു കേസ് ഉണ്ട്, കേസ് 1 നമ്മൾ സാധാരണ ബേസിക് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന കാര്യം, അത് കേസ് 1. രണ്ടാമത്തെ കേസില് ഇപ്പോ ഞാൻ അതുകൂടി പറയാം. ഒരു ട്രെയിന്, ഇതൊരു ട്രെയിനാണ്, വലിയൊരു ട്രെയിന് ഒരു പ്ലാറ്റ്ഫോം കവർ ചെയ്യാണ്. രണ്ടാമത്തെ കേസിൽ ഒരു ട്രെയിൻ എന്താണ്, ഒരു പ്ലാറ്റ്ഫോം കവർ ചെയ്യാണ്. ഇത് ട്രെയിനാണ്, ശ്രദ്ധിക്കുക. ഒരു പ്ലാറ്റ്ഫോം, അതൊരു പ്ലാറ്റ്ഫോം ആണെന്ന് വിചാരിക്കുക. ഈ ട്രെയിൻ എന്ത് ചെയ്യാണ്, ഒരു പ്ലാറ്റ്ഫോം കവർ ചെയ്യാണ്. അപ്പൊ ഇവിടുന്നാണ് ആ കവറിങ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ, പാസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ബ്രിഡ്ജ് ഒക്കെ പറയാം. എന്നിട്ട് ഇവിടെ എത്തുമ്പോഴല്ല അതിന്റെ ടെയിൽ എൻഡ് ഇവിടെ എത്തുമ്പോഴാണ് അത് കവർ ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ട്രെയിൻ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾ എടുത്ത് കാണിച്ചതായിരുന്നു അല്ലെ. പക്ഷെ ഇത് നിങ്ങളത് മനസ്സിലാക്കുക, ഇവിടുന്ന് പാസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ അവസാനത്തോട്ട് എത്തും അല്ലെ. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ട്രെയിനിന്റെ ലെങ്ത്തും പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് കൂട്ടിയതായിരിക്കും ഡിസ്റ്റൻസ് അല്ലെ. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് വരിക, ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെ കവർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് വരിക, ഡിസ്റ്റൻസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രിഡ്ജ് ആവാം, ഓർ ബ്രിഡ്ജ്. ഓക്കെ, ഇനിയിപ്പോ ചലിക്കുന്ന ഒബ്ജക്റ്റ് ആണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് ഒക്കെ എടുക്കേണ്ടി വരും. അത് ഞാൻ എന്തായാലും അത്രയും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പറയാം. ഇവിടെ എന്താണ് ട്രെയിൻ ഒരു പോയിന്റ് ഒബ്ജക്റ്റിനെ കവർ ചെയ്യുമ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഈക്വൽ ആയിരിക്കും. ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിനെയാണ് കവർ ചെയ്യുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ട്രെയിനിന്റെ ലെങ്ത്തും ആ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് അല്ലെങ്കിൽ ബ്രിഡ്ജിന്റെ ലെങ്ത് കൂട്ടിയതായിരിക്കും. പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എന്തൊക്കെ ക്വസ്റ്റിൽ കാണാറുണ്ട്, ഒരു പോള് എന്ന് കാണാറുണ്ട്, ഒരു ട്രീ എന്ന് കാണാറുണ്ട്, ഒരു പോസ്റ്റ് എന്ന് കാണാറുണ്ട് അല്ലെ, അതൊക്കെ കാണാറുണ്ട്. അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്ന് കാണാറുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഒരു സ്റ്റാൻഡായി നിൽക്കുന്ന ഒരു മാന്, ആ മാൻ ചലിക്കുന്നില്ല, അതൊക്കെ എന്താണ് പോയിന്റ് ഒബ്ജക്റ്റ് ആണ്, അതൊക്കെ കാണാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഒരു സിഗ്നൽ അതൊക്കെ കാണാറുണ്ട്, ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ചലിക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഇനിയും പറയാനുണ്ട്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ അത് പറയാം. ഇവിടെ എന്താണ് ഒരു ട്രെയിൻ എന്തിനെ കവർ ചെയ്യുന്നത്, ഞാൻ ക്വസ്റ്റ്യനോട് തിരിച്ചു തരാം. ഈ ട്രെയിൻ എന്തിനെ കവർ ചെയ്യുന്നത്, ഒരു പോയിന്റ് ഒബ്ജക്റ്റിനെ കവർ ചെയ്യുന്നത് അല്ലെ. എ ട്രെയിൻ റണ്ണിംഗ് അറ്റ് സ്പീഡ് ഓഫ് 31 മീറ്റർ പെർ സെക്കൻഡ് ക്രോസസ് എ സിഗ്നൽ ഇൻ 13 സെക്കൻഡ് അല്ലെ. 13 സെക്കൻഡ് കൊണ്ട് ഒരു സിഗ്നൽ ക്രോസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദി ട്രെയിൻ എന്ന് പറയുമ്പോൾ ആ ട്രെയിൻ സഞ്ചരിച്ച ഡിസ്റ്റൻസ് തന്നെയാണ് എന്ത്, ലെങ്ത് ഓഫ് ദി ട്രെയിൻ. ആ ട്രെയിൻ സഞ്ചരിച്ച ഡിസ്റ്റൻസ് തന്നെയാണ് ലെങ്ത് ഓഫ് ദി ട്രെയിൻ അല്ലെ. ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ എന്താ, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം. അപ്പൊ നമുക്ക് എന്താ എടുക്കേണ്ടത്, ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്, ട്രെയിനിന്റെ ലെങ്ത്തിന് ഈക്വൽ തന്നെയാണ്. ലെങ്ത് ഓഫ് ട്രെയിൻ ചോദിച്ച് എന്ത് കണ്ടാൽ മതി, ഡിസ്റ്റൻസ് കണ്ടാൽ മതി അല്ലെ. ആ ട്രെയിൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടാൽ മതി അല്ലെ. അപ്പൊ സ്പീഡ് ഇൻടു ടൈം, സ്പീഡ് എന്താണ്, സ്പീഡ് ഇൻടു ടൈം, അതാണ് ഡിസ്റ്റൻസ്. സ്പീഡ് എന്താണ് 31, ടൈം എന്താണ് 13 സെക്കൻഡ്. 31 ചെയ്ത ആൻസർ കിട്ടും. ഇവിടെ സിമ്പിൾ ആണ്. ഇവിടെ 1/3 യൂണിറ്റ് പ്ലേസിൽ 3 വരിക അല്ലെ. യൂണിറ്റ് പ്ലേസിൽ 1/3 അല്ല, യൂണിറ്റ് പ്ലേസിൽ 3 വരിക. 3 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ,
ഓപ്ഷൻ എ 403. അപ്പൊ അത് എന്താ ആൻസർ ചെയ്ത് പോകാം. ഗുണിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ഗുണിക്കാനും സിമ്പിൾ ആണ്, പെട്ടെന്ന് ഗുണിക്കാം. 31 × 13 1 3 3 3 3 50 9 1 10 ഇഷ്ടം 1 1 3 3 3 4 403 വരും. ഓക്കെ, 403 മീറ്റർ ആണെന്ത് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്, ഒരു ട്രെയിന് ഒരു പോയിന്റ് ഒബ്ജക്റ്റിനെ കവർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എന്തൊക്കെ വരാം, ട്രീ വരാം, പൂള് വരാം, ഒരു സ്റ്റാൻഡിങ് മാൻ വരാം, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വരാം, ഇപ്പൊ അല്ലെങ്കിൽ ഈ ക്വസ്റ്റിൽ പറഞ്ഞ പോലെ സിഗ്നൽ വരാം. ഇതൊക്കെ പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. ആ പോയിന്റ് ഒബ്ജക്റ്റിനെ കവർ ചെയ്യുമ്പോൾ ആ ട്രെയിൻ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്തിന് ഈക്വൽ ആണ്. ഓക്കെ, ഇനി ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോം കവർ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് കവർ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ആ ട്രെയിൻ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ട്രെയിനിന്റെ ലെങ്ത്തും ആ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് അല്ലെങ്കിൽ ബ്രിഡ്ജിന്റെ ലെങ്ത് കൂട്ടിയതായിരിക്കും. ഇപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രെയിൻ ഈക്വൽ ആണ്. അപ്പൊ ലെങ്ത് ഓഫ് ട്രെയിൻ ചോദിച്ചാൽ ഡിസ്റ്റൻസ് കണ്ടാൽ മതി, ഡിസ്റ്റൻസ് ചോദിച്ചാൽ ലെങ്ത് ഓഫ് ട്രെയിൻ കണ്ടാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓക്കെയാണ്. ഇവിടെ ലെങ്ത് ഓഫ് ട്രെയിൻ ആണ് ചോദിച്ചത്, അപ്പൊ കണ്ടാൽ മതി, ഡിസ്റ്റൻസ് കണ്ടാൽ മതി. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ടൈം എന്ത് വരും, 31 × 13. സ്പീഡ് എന്താണ് 31, ടൈം എന്താ 13. ഓക്കെ, പിന്നെ ഇവിടെ ചില ക്വസ്റ്റ്യനില് കിലോമീറ്റർ പെർ സെക്കൻഡ് അത് നിങ്ങൾക്ക് അറിയാലോ. മീറ്റർ പെർ സെക്കൻഡ് അത് മാറ്റുണ്ടോ? ഈ ക്വസ്റ്റിൽ അതില്ല. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലോട്ട് മാറ്റാൻ, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലോട്ട് മാറ്റാൻ 18/5 കൊണ്ട് ഗുണിക്കണം. നേരെ തിരിച്ച് കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ 5/18 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോവാം. 6ാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ചോദ്യം സിമ്പിൾ ചോദ്യമാണ്, ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്, റൂട്ട് 150 - x is equal to root 93 plus root 49. ഇത്രേ ഉള്ളൂ. ആദ്യം രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ എന്തോ അപ്പുറത്തെ റൂട്ട് പോകും. അപ്പൊ എന്ത് വരും, 150 - x is equal to 93 plus root 49 എന്താ, 49 റൂട്ട് എന്താണ്, 7 ആണ്. ഓക്കെ, അപ്പൊ എന്ത് വരും, 150 - x is equal to 93 plus 7 എന്ത് വരും, 100. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ 150 150 - 100 150 - 100 എന്ത് വരും, 50 വരും. എക്സിന്റെ വാല്യൂ എന്താണ് വരാൻ പോകുന്നത്, 50 ആണ് വരാൻ പോകുന്നത്. ഓക്കെ, ഒന്നുമില്ല, റൂട്ട് 150 - x is equal to root 93 plus root 49. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യാം. 150 - x is equal to 93 plus 7. 150 - x is equal to 100. എക്സിന്റെ വാല്യൂ എന്ത് വരും, 150 - 100 50 വരും. ഓപ്ഷൻ ബി ആണെന്ത് 6ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യനോട് പോവാം. 7ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. The average weight of the state level cricket team of the 11 is 93 kilogram. The average weight get increased by 1 kilogram when the coach is added. What is the coach's weight? ഇത് അവറേജിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് അവറേജിന്റെ ക്വസ്റ്റ്യനിൽ എന്താ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് SSC ആവട്ടെ RRB ആവട്ടെ എല്ലാം നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇത്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അഥവാ 11 മെമ്പേഴ്സ് ഉള്ള ഒരു ക്രിക്കറ്റ് ടീമിന്റെ അവറേജ് വെയിറ്റ് എന്താണ്, 93 ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യുന്ന പറയാം. 11 മെമ്പേഴ്സ് ഉള്ള ഒരു ക്രിക്കറ്റ് ടീമിന്റെ അവറേജ് 93 ആണ്. അതിലോട്ട് കോച്ച് കൂടി ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അവറേജ് എന്തായി, 1 കിലോഗ്രാം കൂടി. അഥവാ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ക്ലാസ്സില് 10 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ഒരു ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോ ആ അവരുടെ കയ്യില് അവറേജ് ഒരു 4 മിഠായി വീതം ഉണ്ടെന്ന് വിചാരിക്കാം. അവറേജ് 4 മിഠായി വീതം ഉണ്ടെന്ന് വിചാരിക്കാം. അതിലോട്ടൊരു കുട്ടി വന്നപ്പോ അവറേജ് 5 മിഠായി ആയി. അഥവാ ഈ അവറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ. അഥവാ ഇപ്പോ ഒരു ക്ലാസ്സിൽ അവറേജ് മാർക്ക് 25 ആണെന്ന് പറഞ്ഞാല് ചില ആൾക്കാർക്ക് 25-നേക്കാൾ കുറവുണ്ടാവും, ചില ആൾക്കാർക്ക് 25-നേക്കാൾ കൂടുതലുണ്ടാവും. അപ്പൊ ഈ കുറഞ്ഞ ആൾക്കാർ കൂടുതലുള്ള ആൾക്കാർക്ക് കൊടുത്താല് എല്ലാവർക്കും നമുക്ക് 25 എന്നുള്ള രീതിയിലോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ മിഠായിന്റെ എണ്ണം തന്നെയാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, ഒരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ട്, അവരുടെ കയ്യിലുള്ള മിഠായിസിന്റെ എണ്ണത്തിന്റെ അവറേജ് 25 ആണ് എന്ന് പറഞ്ഞാല് ചില ആൾക്കാരുടെ കയ്യിൽ എന്തുണ്ടാവും, 25-നേക്കാൾ കുറവുണ്ടാവും, ചില ആൾക്കാരുടെ കയ്യിൽ 25-നേക്കാൾ കൂടുതലുണ്ടാവും. അപ്പൊ കൂടുതലുള്ള ആൾക്കാരുള്ള ആ മിഠായി കുറവുള്ള ആൾക്കാരെ കൊടുത്തിട്ട് എല്ലാവർക്കും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ നോക്കിയാൽ എല്ലാവർക്കും 25 എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് അവറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
അപ്പൊ അവറേജ് എന്ന് പറഞ്ഞാല് എന്താണ്, എല്ലാവർക്കും ഒരുപോലെ. ഇപ്പൊ ഒരു ക്രിക്കറ്റ് ടീമിന്റെ അവറേജ് വെയിറ്റ് 93 കിലോഗ്രാം എന്ന് പറഞ്ഞാല് ഇപ്പൊ ചില ആൾക്കാർക്ക് 93 കൂടുതലായിരിക്കും, ചില ആൾക്കാർക്ക് കുറവായിരിക്കും. പക്ഷെ നമുക്ക് എല്ലാവർക്കും അങ്ങ് ഒരേപോലെ ഡിവൈഡ് ചെയ്ത് കൊടുത്ത ഒരു കൺസെപ്റ്റ് അങ്ങനെ ആലോചിക്കാം. അത് പോസിബിൾ അല്ല, പക്ഷെ എങ്കിലും വെയിറ്റിന്റെ കേസിൽ പോസിബിൾ അല്ല. പക്ഷെ എങ്കിലും ഇത് അങ്ങനെ ആലോചിച്ചാല് നമുക്ക് എല്ലാവർക്കും കുറവ് വെയിറ്റ് ഉള്ള ആൾ കൂടുതൽ വെയിറ്റ് ഉള്ള ആൾക്ക് കൊടുത്തിട്ട് ഒന്ന് കൂടുതലുള്ള ആൾ കുറവുള്ള ആൾക്ക് കൊടുത്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്താല് എല്ലാവർക്കും 93 എന്നുള്ള രീതിയിൽ വെക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോ ഇതിലോട്ട് ഒരാൾ വന്നപ്പോ ആര് വന്നിട്ട് കോച്ച് ആവട്ടെ ഇനി ഏത് പ്ലെയർ ആവട്ടെ, ഇതിലോട്ട് ഒരാൾ വന്നപ്പോ അവറേജ് ഒന്ന് കൂടി എന്ന് പറഞ്ഞാല് ആ വന്ന ആൾക്ക് വെയിറ്റ് എന്തായാലും 93 കൂടുതൽ വെയിറ്റ് ഉള്ള ആളെ വന്നിട്ടുണ്ടാവുക. ഇവിടെ ഓൾറെഡി ഉള്ള അവറേജിനേക്കാൾ 93 കൂടുതലുള്ള വെയിറ്റ് വന്നിട്ടുണ്ടാവുക. കാരണം എന്താ, അവറേജ് ഒന്ന് കൂടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റണ ആൾക്ക്, എല്ലാവർക്കും ആ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റണ എത്ര ആൾക്ക്, അയാളെ കൂടി കൂട്ടിയിട്ട് ആദ്യം 11 പേരേനു, അയാളെ കൂടി കൂട്ടിയിട്ട് ഇപ്പൊ 12 പേർക്കും ആ ഒന്ന് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റണം. അത്ര വെയിറ്റ് അയാളെ കയ്യിൽ ഉണ്ടാവണം, എങ്കിലേ അവിടെ അവറേജ് ഒന്ന് കൂടുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് വരും, 93 + 12 എന്ത് വരും, 105. അയാളെ വെയിറ്റ് 105 കിലോഗ്രാം ആയിരിക്കും. ഇത് അവറേജിന്റെ വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. ഇത് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്. ഇതൊക്കെ എന്താ പറയാ, അത്ര പെട്ടെന്ന് അങ്ങ് ക്യാച്ച് ചെയ്യാൻ കഴിയൂല. അതൊക്കെ ഗ്രാജുവലി സാവധാനം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമാണ്. അതുപോലെ ഞാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, 93 ആണ് 93 എന്താ 11 പേരുടെ അവറേജ്. അതിലോട്ട് കൂടി ഒരാൾ വന്നപ്പോ അവറേജ് ഒന്ന് കൂടി. അപ്പൊ ആ വരുന്ന ആൾക്ക് എന്തായാലും 93 വെയിറ്റ് ഉണ്ടാവണം. മാത്രല്ല അയാളെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് അവിടെയുള്ള 12 പേർക്കും ഒന്ന് കൊടുക്കുന്ന പറ്റുന്ന രീതിയിൽ അയാൾ കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ എന്തൊരും 93 + 12 105 അയാൾ വെയിറ്റ് വരേണ്ടത്. ഇനി മിഠായിന്റെ എണ്ണം വെച്ച് ആലോചിച്ചാൽ മതി. ഒരു ക്രിക്കറ്റ് ടീം ആവട്ടെ എന്താവട്ടെ, സ്കൂളില് 11 പേരുണ്ട്. അതില് അവരുടെ കയ്യിൽ അവറേജ് 93 മിഠായി വീതം ഉണ്ട്. അവറേജ് 93 മിഠായി വീതം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും 93 രീതിയിൽ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരാൾ വന്നു, അപ്പൊ അവരുടെ കയ്യിൽ എന്തായി, 94 മിഠായി. അവറേജ് ഒന്നും കൂടി എന്ന് പറയുമ്പോൾ 94, എല്ലാവരുടെ കയ്യിൽ 94 മിഠായി ആയി. അപ്പൊ വരുന്ന ആളെ കയ്യിൽ എന്തായാലും 93 അവിടെ എന്തായാലും അയാളെ കയ്യിൽ ഉണ്ടാവണം. അത് മാത്രമല്ല അവിടെയുള്ള 12 പേർക്ക്, അയാൾ ഉൾപ്പെടെയുള്ള 12 പേർക്ക് ഒന്നുകൂടി എക്സ്ട്രാ കൊടുക്കുന്ന രീതിയിൽ, എങ്കിൽ മാത്രമേ ആ ഒന്ന് കൂടുള്ളൂ, അവറേജിൽ കൂടുള്ളൂ അല്ലെ. അപ്പൊ 93 + 12 105 മിഠായി കൊണ്ടാണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ പല രീതിയിലും പറയാറുണ്ട്. ഞാൻ മിഠായിന്റെ എക്സാമ്പിൾ എടുക്കാൻ കാരണം അത് പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇവിടെ 105 കിലോഗ്രാം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിന് ബേസിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം, അത് നല്ല കാൽക്കുലേഷൻ വരും. ബേസിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം 11 പേര്, അവരുടെ അവറേജ് 93 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, അവറേജ് എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം, ടോട്ടൽ ബൈ നമ്പർ. അപ്പൊ ടോട്ടൽ എന്താ അവറേജിന്റെ നമ്പർ ആണേ. അപ്പോ 93 കിലോഗ്രാം ആണ് 11 പേരുടെ അവറേജ്. അപ്പൊ അവിടെ ടോട്ടൽ എന്താ വരിക, 93 × 11. ഇതിന്റെ വാല്യൂ കാണണം. ഇതിന്റെ വാല്യൂ കണ്ടാൽ നമുക്ക് ഏകദേശം 1023 കിട്ടും. ഓക്കെ, ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചാണ് പറയുന്നത്. ഓക്കെ, 1023 കിട്ടും. പിന്നെ എന്താ ഒരാൾ കൂടി വന്നു, അപ്പൊ എന്തായി, അവറേജ് ഒന്ന് കൂടി എന്ന് പറയുമ്പോൾ 94 ആവും. ഒരാൾ കൂടി വരുമ്പോൾ അവിടെ എത്ര പേരുണ്ട്, 12 പേരുണ്ട്. അപ്പൊ 94 × 12 ആയിരിക്കും ടോട്ടൽ വരിക. ടോട്ടൽ ആ വെയിറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് വരും, 94 × 12 1728 ആണ്. ഈ 1728 നിന്ന് 1023 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 105 തന്നെയായിരിക്കും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ, ഇത് ഗുണിക്കണം. അത് അത്രത്തോളം ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷെ ഈ ഒരു മെത്തേഡ് ആണെങ്കിൽ വളരെ സിമ്പിളാ. 93 ആണ് ഇപ്പത്തെ അവറേജ്. അതിലോട്ട് ഒരാൾ വന്നപ്പോ അവറേജ് ഒന്ന് കൂടി. അപ്പൊ വരുന്ന ആൾക്ക് 93 കൂടുതൽ വേണം. എത്ര കൂടുതൽ വേണം, ഉള്ള 12 പേർക്കും ഒന്ന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൂടുതൽ വേണം. ഓക്കെ, നേരെ തിരിച്ചാണെങ്കിലോ 11 പേരുടെ അവറേജ് 93 ആണ്. അതിലോട്ട് ഒരാൾ വന്നപ്പോ അവറേജ് എന്തായി, ഒന്ന് കുറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചോദ്യമെങ്കിലോ, അപ്പൊ വരുന്ന ആൾക്ക് 93 കുറവ് വെയിറ്റ് ആയിരിക്കും. എത്ര വെയിറ്റ് ആയിരിക്കും, അയാളെ കൂടെ ഉൾപ്പെടെ 12 പേർക്കും ഒന്ന് അയാൾ അവിടുന്ന് വാങ്ങാണ്. അയാളെ കൂടെ ഉൾപ്പെടെ 12 പേർക്കും ഒന്ന് അവിടുന്ന് അയാൾ വാങ്ങാണ്. അപ്പൊ എന്തെങ്കിലും 93 - 12 ആണ് വരിക. 3 - 2 1 81 വരിക. അഥവാ അവറേജ് കുറഞ്ഞു എന്ന് പറഞ്ഞാല് അല്ലെ, ഒരാൾ വന്നപ്പോ അവറേജ് കുറഞ്ഞു എന്ന് പറയുമ്പോ എന്താ, അയാളെ വെയിറ്റ് അവിടെ ഉള്ളതിനേക്കാൾ കുറവാണ്. ഒരാൾ വന്നപ്പോ അവറേജ് കൂടി എന്ന് പറയുമ്പോൾ
എന്താണ് എന്താണ് അയാൾ വെയിറ്റ് ആവറേജിനേക്കാൾ കൂടുതലാണ്, അതാ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ആൻസർ എന്താണ്? 105ആണ്. ഇനി വേറെ മെത്തേഡും ഉണ്ട്, അലിഗേഷൻ ചെയ്യാം. അലിഗേഷൻ എങ്ങനെ ചെയ്യാം? ഇവിടെ 11 പേരുടെ അവറേജ് 93 അല്ലെ? 11 പേരുടെ അവറേജ് 93 ഒരാൾ കൂടി വന്നപ്പോ അവറേജ് 1 കൂടി എന്ന് പറയുമ്പോൾ അവറേജ് 94 അപ്പൊ ഈ എന്താ പറയാ, ടോട്ടൽ വാല്യൂ ആണ് അലിഗേഷനിൽ സെന്ററിൽ വരിക. ടോട്ടൽ വാല്യൂ ആണ് അലിഗേഷനിൽ സെന്ററിൽ വരിക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വാല്യൂ നമുക്ക് കാണണം. ഇവിടെ 93 94 തമ്മിൽ ഡിഫറൻസ് 1. അപ്പൊ അഥവാ ഒരു യൂണിറ്റിന്റെ വാല്യൂ 1 ആണെങ്കിൽ 11 യൂണിറ്റിന്റെ വാല്യൂ എന്ത് വരും? 11. ഒരു യൂണിറ്റ് 1 ആണെങ്കിൽ 11 യൂണിറ്റ് 11 വരും. ഇവിടുത്തെ വാല്യൂ കിട്ടണമെങ്കിൽ ഇവിടെ 94നേക്കാൾ ചെറിയ വാല്യൂ ആണ് 93. അപ്പൊ ഇനി ഇവിടെ 94നേക്കാൾ വലിയ വാല്യൂ വരണം. 94 + 11 എന്ത് വരും? 105. ഞാൻ അലിഗേഷൻ ചെയ്ത് മനസ്സിലായോ? ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് മെത്തേഡ് മനസ്സിലായില്ലേ? ഫസ്റ്റ് മെത്തേഡാണ് ഇമ്പോർട്ടന്റ്. ആ രീതിയിൽ ഞങ്ങൾ ചെയ്യേണ്ടത്. അലിഗേഷൻ ഒന്ന് പറയാൻ വേണമെങ്കിൽ അഥവാ ശ്രദ്ധിക്കുക, 11 പേരുടെ അവറേജ് 93 അതിലോട്ട് കൂടി ഒരാൾ വന്നപ്പോ അവറേജ് എന്തായി? ടോട്ടൽ അവറേജ് 1 കൂടി നമ്മൾ 94 അപ്പൊ അതാണ് സെന്ററിൽ വരിക. ടോട്ടൽ അതല്ലേ? 12 പേരുടെ ടോട്ടൽ 94 അല്ലേ? യെസ്. അപ്പൊ ഇവിടെ നോക്കൂ, അലിഗേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഇവിടുത്തെ വാല്യൂ കാണേണ്ടത്. അപ്പൊ ഈ ഒരാൾ അവറേജ് എന്ന് പറഞ്ഞാലും ഒരാൾ വെയിറ്റ്, ഒരാൾ അവറേജ് എന്ന് പറഞ്ഞാലും ഒരാൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഒരാളായതുകൊണ്ട്. രണ്ടാളാവുമ്പോ അങ്ങനെയല്ല അല്ലെ? ഒരാൾ എന്ന് പറയുമ്പോൾ ഒരാൾ അവറേജ് എന്ന് പറഞ്ഞാലും ഒരാളെ കറക്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഇവിടെ 93 94 ഡിഫറൻസ് എത്രയാ? 1. അപ്പൊ 1 യൂണിറ്റിന്റെ വാല്യൂ 1 വരും, 11 യൂണിറ്റ് വാല്യൂ 11 വരും. ഇവിടെ എന്ത് ചെയ്യാം? 94നേക്കാൾ ചെറിയ വാല്യൂ ആണ് 93. അപ്പൊ ഇവിടെ വരുന്ന വാല്യൂ 94നേക്കാൾ വലിയ വാല്യൂ ആയിരിക്കും. എത്ര കൂടുതലായിരിക്കും? 94 + 11 എന്ത് വരും? 105. 105 ഓപ്ഷൻ സി ആയിരിക്കും എന്ത് നമ്മുടെ ഈ ഒരു 7ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 8ാമത്തെ ചോദ്യം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാംഗിൾ whose side is 76 സെന്റിമീറ്റർ. ഞാൻ ഇക്വലാറ്ററൽ ട്രയാംഗിളിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ അത് പറയാം. അതിന് മുമ്പ് ട്രയാംഗിളുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയാം. ജസ്റ്റ് കടക്കട്ടെ. ഇതാ ട്രയാംഗിൾ ആവാനുള്ള കണ്ടീഷൻസും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബേസിക് ക്ലാസ് പറയാം. ഇവിടെ ഏരിയാസ്, ഇവിടെ ഏരിയ അല്ല, അപ്പൊ ഏരിയനെ കുറിച്ച് 2 കാര്യങ്ങൾ പറയാം. ട്രയാംഗിള്, സാധാ ട്രയാംഗിളിന്റെ ഏരിയ എങ്ങനെ കാണാം? ബേസും ഹൈറ്റും അറിയാമെങ്കിൽ ഏരിയ കാണാം. എല്ലാവർക്കും അറിയാം, ഹാഫ് BH അല്ലെ? ട്രയാംഗിളിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ ഹാഫ് BH ആണ്. ഹാഫ് BH. ഇനിയിപ്പോ ഇങ്ങനെ ഒരു ട്രയാംഗിൾ ആണ്, ശ്രദ്ധിക്കട്ടോ. ഇതിന്റെ ഒരു വശം A, അടുത്ത വശം B. ഇവർക്കിടയുള്ള ആംഗിൾ തീറ്റ. ഇത് വന്നാൽ നമുക്ക് ട്രയാംഗിളിന്റെ ഏരിയ ഹാഫ് AB sin θ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് കാണാം. ഹാഫ് AB sin θ. ഇങ്ങനെ ഇക്വേഷൻ കൂടിയുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയാ, റെക്ടാംഗിൾ ട്രയാംഗിൾ എല്ലാവർക്കും അറിയാലോ, മട്ടത്രികോണം. പിന്നെ അതേപോലെ എന്താ, അതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ സാധാരണ ട്രയാംഗിൾ അഥവാ സ്കീലൻ ട്രയാംഗിൾ എന്ന് പറയും. പ്രത്യേകിച്ച് സൈഡ് ഒന്നും ഈക്വൽ അല്ല. ഇത് A, ഇത് B, ഇത് C. ഒരു പ്രത്യേക എന്താ പറയാ, ചുമ്മാ വരച്ച ട്രയാംഗിൾ, സൈഡ് ഒന്നും ഇല്ല, ഈക്വൽ അല്ല. ഇത് സ്കീലൻ ട്രയാംഗിൾ എന്ന് പറയും. ഓക്കെ, ഇതിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ നിങ്ങൾക്ക് എന്താ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C ആണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് സാധാ ട്രയാംഗിളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇക്വേറ്റൽ ട്രയാംഗിളിലോട്ട് വരുമ്പോ 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇക്വേറ്റൽ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ സൈഡും ഈക്വൽ ആണ്. ഇപ്പോ അല്ലെ, ഇക്വേറ്റൽ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ സൈഡും ഈക്വൽ ആണ്. ഇത് A ആണെങ്കിൽ ഇതും A ആണ്, ഇതും A ആണ്. ഇക്വലാറ്ററൽ ട്രയാംഗിളിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ √3/4 A² ആണ്. √3/4 A² ആണ്. ഓക്കെ, ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ നമുക്ക് ബേസിക് ക്ലാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. അതേപോലെ തന്നെ ഇവിടുത്തെ ഹൈറ്റ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതും ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഹൈറ്റ് ചോദിക്കാറുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് √3/2 A ആണ്. വളരെ ഇത് ഈ ഇക്വലാറ്ററൽ ട്രയാംഗിളിന്റെ ഏരിയ കാണാൻ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. അത് ഇപ്പോഴും SSC വരെ നല്ല രീതിയിൽ ആ സിമ്പിൾ ചോദ്യം എപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ചോദിക്കാറുണ്ട്. അത് SSC ആവട്ടെ, RRB ആവട്ടെ. ഓക്കെ, SSC വരെ ഇപ്പോഴും ഡയറക്റ്റ് ചോദിക്കാറുണ്ട് അല്ലെ? പിന്നെ അപ്പോ നിങ്ങൾ അത് മനസ്സിലാക്കുക, സിമ്പിൾ ആണ് അല്ലെ? √3/2 A ആണ് ഒരു ഇക്വലാറ്ററൽ ട്രയാംഗിളിന്റെ ഹൈറ്റ്. അപ്പൊ ഇത് രണ്ടും ഇവിടെ പഠിച്ചു വെക്കുക. ഒരു ഇക്വലാറ്ററൽ ട്രയാംഗിളിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ √3/4 A² ആണ്. ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ √3/2 A ആണ്. ഓക്കെ, ഇതിന്റെ ഡെറിവേഷൻ നമുക്ക് ബേസിക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്, ഡെറിവേഷൻ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് നോക്കിയതിന് മനസ്സിലാവും. ഇവിടെ A ഉള്ളത് ഇവിടെ A/2 ആവും. ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഓക്കെ, അപ്പോ ഇവിടെ ഏരിയ എങ്ങനെ വരിക? √3/4 A². √3/4 A². ഒരു വശം എന്താ ഇവിടെ? 76. അപ്പൊ എന്താ വരിക? √3/4 ഇൻറ്റു 76 ഇൻറ്റു 76. ഇങ്ങനെ സ്ക്വയർ എടുക്കണ്ട, സ്ക്വയർ നമുക്ക് അവസാനം നോക്കാം. ഇവിടെ 4ഉം 76ഉം ക്യാൻസൽ ആക്കാം. എന്ത് വരും?
ഒരു 4 4 36 9 19 വരും. അപ്പോ 76 × 19 കാണണം. നോക്കാം 76 × 19 എന്താണ്? 76 × 19 69 54ക്ക് 4 ഇഷ്ടം 5 69 63 സോറി 7 63 63 9 79 79 5 84ക്ക് 4 ഇഷ്ടം 8 ഒരു 7 7 7 8 14 1444 വരെ. പിന്നെ √3 ഉണ്ട്. അപ്പൊ എന്താ വരിക? 1444 √3. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ കേട്ടോ. ഓക്കെ, 1444 √3 സെന്റിമീറ്റർ സ്ക്വയർ. ഇതായിരിക്കും നമ്മുടെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പൊ ഇക്വേറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്? √3/4a² ആണ്. ഹൈറ്റ് കാണാൻ √3/2a ആണ്. ഇതാണ് ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ബാക്കിയൊക്കെ നമുക്ക് സിമ്പിൾ കാര്യങ്ങളാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോകാം. 9ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 15? അല്ലെ, താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ഏതെന്നതാണ്. അല്ലെ, ഇതെന്താണ്? നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് എനിക്കിങ്ങനെ ഓരോ ചാപ്റ്റർ ഇങ്ങനെ മാറി മാറി വരുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ട് കേട്ടോ. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ എന്തായാലും സാധാരണ ഞാൻ എന്താ ഓരോരോ ചാപ്റ്റർ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇപ്പൊ ഇത് എല്ലാം കമ്പൈൻഡ് ആയിട്ട് പോകുമ്പോൾ എനിക്ക് തന്നെ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ക്ലാസ് എടുക്കാനുള്ള ഒരു എസ്സേ അത്രേ ഉള്ളൂ. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 15? 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ്? അപ്പോൾ ഡിവിസിബിലിറ്റി റൂൾ ആണ് ഇവിടെ അറിയേണ്ടത്. അല്ലെ, ഒരു സംഖ്യ 2 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്താവണം? ഈവൻ നമ്പർ ആവണം. എങ്കിലേ ആ സംഖ്യ 2 കൊണ്ട് ഡിവിസിബിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി 3 ആണെങ്കിലോ? 3 നിങ്ങൾ ശ്രദ്ധിക്കുക, സം ഓഫ് ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 3 അതാണ് 3ന്റെ പ്രത്യേകത. എന്തായാലും ഇതുമായി ക്വസ്റ്റ്യൻസ് പറയാൻ അഥവാ ഇപ്പോ 6 3 2 4 ഇത് 3ന്റെ മൾട്ടിപ്പിളാ. കാരണം ഇതിന്റെ സം ഓഫ് ഡിജിറ്റ് എടുത്തിട്ട് നോക്കൂ. 6 + 3 9 9 + 2 11 11 + 4 എന്താ? 15 15 എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഓരോ 3ന്റെ മൾട്ടിപ്പിൾ വെച്ച് ഫുൾ ആയിട്ട് ക്യാൻസൽ ആക്കാൻ പറ്റും നോക്കിയാലും മതി. ഇത് 15 വരും. സം ഓഫ് ഡിജിറ്റ് 15 ആണ്. അതും ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ഈ സംഖ്യ കംപ്ലീറ്റ് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ 6 ക്യാൻസൽ ആക്കി 3 ക്യാൻസൽ ആക്കി 4 2 6 ക്യാൻസൽ ആക്കി 4 + 2 6 അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ആക്കാൻ പറ്റിയാലും 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനിയിപ്പോ 4 ആണെങ്കിലോ? പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. 4 ആണെങ്കിൽ ലാസ്റ്റ് ടു ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 4. ഓക്കെ, അഥവാ ഇപ്പോ ഒരു വലിയ സംഖ്യ 3 4 6 8 9 4 2 1 2. ഓക്കെ, ഈ ഒരു വലിയ സംഖ്യ നിങ്ങൾ 4ന്റെ ഡിവിസിബിൾ ആണ് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ലാസ്റ്റ് ടു ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് ടു ഡിജിറ്റ് എന്താ? 12 12 4ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. അതുകൊണ്ട് ഈ വലിയ സംഖ്യ 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അഥവാ 12/4 ഡിവൈഡ് ചെയ്ത് പോകും 3 വരും. കറക്റ്റ് ഡിവൈഡ് ചെയ്ത് പോകണം കേട്ടോ. അതാണ് മൾട്ടിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെ, 12/4 3 കറക്റ്റ് ഡിവൈഡ് ചെയ്ത് പോകും. അതുകൊണ്ട് എന്താണ്? ഇതെന്തിന് മൾട്ടിപ്പിൾ ആണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി 5 എല്ലാവർക്കും അറിയാം. ലാസ്റ്റ് ഡിജിറ്റ് ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 5. 0 അല്ലെങ്കിൽ 5 ലാസ്റ്റ് ഡിജിറ്റ് ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 5. അല്ലെ, 6ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാൻ സിമ്പിൾ ആണ്. 6ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ആ സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആവണം, 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓൾറെഡി 3ന്റെ കണ്ടീഷനും അറിയാം, 2ന്റെ കണ്ടീഷനും അറിയാം. 7 തൽക്കാലം മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ അത് എന്താ ലെങ്തി മെത്തേഡ് ആയതുകൊണ്ട് സാധാരണ പറയാറില്ല. 7 വന്നാൽ 7 അല്ലാതെ കാണാറില്ല. വന്നാൽ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കുക ചെയ്യാറുള്ളത്. വരികയാണെങ്കിൽ അതിനെ കുറിച്ച് പറയാം. തൽക്കാലം 7 അവിടെ നിൽക്കട്ടെ. 8 ആണെങ്കിലോ? 8 ലാസ്റ്റ് 3 ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 8. അഥവാ ഒരു വലിയ സംഖ്യ ഇതേപോലെ തന്നെ 3 4 6 8 9 2 3 5 5 1 2. ഓക്കെ, ഈ സംഖ്യ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ഈ വലിയ സംഖ്യ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ലാസ്റ്റ് 3 ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. അല്ലെ, 512 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കിയാൽ മതി. പറ്റുമോ? 512/8 എന്താണ്? 6 8 48. അല്ലെ, ബാക്കി 32 എന്തൊരു 4 8 32 64 വരെ. അല്ലെ, അപ്പൊ 512 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ വലിയ സംഖ്യ എന്ത് മൾട്ടിപ്പിൾ ആണ്? 8ന്റെ മൾട്ടിപ്പിൾ ആണ്. നീ 9 3 പറഞ്ഞ പോലെ തന്നെ 9 3 പറഞ്ഞ പോലെ തന്നെ സം ഓഫ് ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 9
ഇതാണ് 9ന്റെ കണ്ടീഷൻ. അഥവാ ഒരു സംഖ്യ 6, 3, 7, 2, 1, 8 ഈ സംഖ്യ എന്തിന് മൾട്ടിപ്പിൾ ആണ്? 9ന്റെ മൾട്ടിപ്പിൾ ആണ്. കണക്ക് കൂട്ടി നോക്കൂ. 6, 3, 9, 9 ഇവിടെ 9, 18 വന്നു, ഇവിടെ 9, 27 വന്നു. 27 എന്താണ്? ഒരു 9ന്റെ മൾട്ടിപ്പിൾ ആണ്. 3 പറഞ്ഞ പോലെ 3 ആണെങ്കിൽ സം ഓഫ് ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. 9 ആണ് ആവണമെങ്കിൽ സം ഓഫ് ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 9 ആവണം. അല്ലെങ്കിൽ 9 ക്യാൻസൽ ആക്കാൻ പറ്റിയാലും മതി. അഥവാ ഇവിടെ 6 + 3 9 ക്യാൻസൽ ആക്കി, 7 + 2 9 അതും ക്യാൻസൽ ആക്കി, 1 + 9 അതും ക്യാൻസൽ ആക്കി. അങ്ങനെ ക്യാൻസൽ ആക്കാൻ പറ്റിയാലും മതി. ഇനി 10 ലാസ്റ്റ് 0 വരണം, അത്രയേ ഉള്ളൂ. 11 അതിനെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 11 ആൾട്ടർനേറ്റീവ് ഡിജിറ്റ് എടുത്ത് ആഡ് ചെയ്ത് മൈനസ് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ 0 കിട്ടണം, അല്ലെങ്കിൽ 11 കിട്ടണം, അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ കിട്ടണം. അതാണ് പറയാനുള്ളത്. എന്തായാലും അത്രയും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പറയാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട്. അഥവാ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1, 3, 4, 2 ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആ. കാരണം ആൾട്ടർനേറ്റ് ഡിജിറ്റ് എടുത്ത് ആഡ് ചെയ്യാം. 1 + 4 എന്താണ്? 5. 3 + 2 എന്താ? അതും 5. 5 - 5 എന്താ? 0. അങ്ങനെ 0 കിട്ടിയാലും ഓക്കെയാണ്. ഇനി 11 കിട്ടിയാലും ഓക്കെയാണ്. 11 കിട്ടിയാലും ഓക്കെയാണ്. ഓക്കെ. അഥവാ 3, 8, 0, 0. ഓക്കെ. ഇതെന്താണ്? 11ന്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം ഇവിടെ 3 + 8 എന്താണ്? 11 ആണ്. ഇവിടെ 0 + 0 എന്താ? 0. 11 - 0 എന്താ വരുന്നത്? 11 വരുന്നത്. ഓക്കെ. അപ്പൊ 11ന്റെ മൾട്ടിപ്പിൾ എങ്ങനെ നോക്കുക? ഇമ്പോർട്ടന്റ് ആട്ടോ. ഞാനത് വീണ്ടും പറയും. അത്രയും ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പറയും. 11ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയും. എങ്ങനെ ചെക്ക് ചെയ്യുക? അൾട്ടർനേറ്റ് ഡിജിറ്റ് എടുത്ത് ആഡ് ചെയ്ത് മൈനസ് ചെയ്യുക. ഓക്കെ. ആഡിങ് അൾട്ടർനേറ്റ് ഡിജിറ്റ് ആൻഡ് മൈനസ് ചെയ്യുക. അല്ലെ? പറഞ്ഞ മനസ്സിലായല്ലോ? ഒന്നിടവിട്ട ഡിജിറ്റ് ആഡ് ചെയ്ത് അത് പരസ്പരം മൈനസ് ചെയ്യുക. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ 0 വന്നാലും, അല്ലെങ്കിൽ 11 വന്നാലും, ഇനി 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 22, 33 അങ്ങനെ വന്നാലും ഒക്കെ എന്താണ്? അത് എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? കോമൺ ആയിട്ട് 0യും 11 അത് നോക്കിയാൽ മതി. ഒന്നല്ലെങ്കിൽ 0 വരണം, അല്ലെങ്കിൽ 11 വരണം. 11ന്റെ മൾട്ടിപ്പിൾ വന്നാലും ഓക്കെ ആണെന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. അത്രേ ഉള്ളൂ. 0യും 11 കോമൺ ആയിട്ട് കാണാനുള്ളത്. ഓക്കെ. അങ്ങനെയാണെന്ത് 11ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഞാനത് ഡിവിസിബിലിറ്റി റൂളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ക്വസ്റ്റിനോട് തിരിച്ചു വരാം. ഓക്കെ. ഇവിടെ 15 അല്ലേ? വിച്ച് ഓഫ് ദി ഫോളോവിംഗ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 15? ഇങ്ങനെ 15 ഇങ്ങനെ കാണുമ്പോൾ ഇത് 15 കുറച്ച് വലിയ സംഖ്യയാണ്. അപ്പൊ നമ്മൾ നേരത്തെ 6ന് പറഞ്ഞ പോലെ 15 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 5 എന്ന് എഴുതാം. ഈ 3 × 5 അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ 15 1 × 15 എന്ന് എഴുതിയാലും 15 അല്ലേ? ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ എടുത്ത ഈ 3 × 5ന് പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? എന്താ ഈ 3 × 5ന്റെ പ്രത്യേകത? ഈ 3 × 5 എന്ന പെയർ കോപ്രൈം പെയർ ആണ്. എന്താ കോപ്രൈം പെയർ എന്ന് പറഞ്ഞാല്? കോപ്രൈം പെയർ എന്ന് പറയുമ്പോ ഈ 3ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഫാക്ടേഴ്സ് 1 ഉം 3 ഉം. 5ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 ഉം 5 ഉം. ഇവയിൽ കോമൺ ആയിട്ട് 1 മാത്രമേ കോമൺ ഫാക്ടർ ഉള്ളൂ. അപ്പോ 1 മാത്രം, ഈ 1 എല്ലാവർക്കും ഫാക്ടർ അല്ലേ? അപ്പൊ അത് കോമൺ ഫാക്ടർ ആയിട്ട് എന്തായാലും ആവും. അപ്പോ 1 മാത്രം കോമൺ ഫാക്ടർ വരുന്ന സംഖ്യകളാണ് നമ്മൾ കോപ്രൈം എന്ന് പറയാം. ചില ക്വസ്റ്റ്യനിൽ 72 എന്ന് കാണാറുണ്ട്. 72 എന്ന് കാണുമ്പോൾ നമ്മൾ 8 എന്താ വിച്ച് ഓഫ് ദി ഫോളോവിംഗ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 72? അപ്പൊ നമ്മൾ എന്തെടുക്കുക? 8 × 9 എടുക്കുക. കാരണം എന്താ? 8ന്റെ ഫാക്ടേഴ്സ് 1, 2, 3 പറ്റത്തില്ല, 4, 8 അല്ലെ? 9ന്റെ ഫാക്ടേഴ്സ് എന്താ? 1, 3, 9. ഓക്കെ. ഇതിൽ കോമൺ ഫാക്ടർ ആരാ? 1 മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് 72 ന് 18 9 എടുത്താല് അത് കോപ്രൈം പെയർ ആണ്. ഓക്കെ. ഇനിയിപ്പോ നിങ്ങൾ 72 എങ്ങനെ എടുത്തൂടെ? 72 എന്ന് പറയുമ്പോ 18 × 4 അതും 72 അല്ലേ? 18 × 4 72 അല്ലേ? ആണ്. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ എന്താ പ്രശ്നം? 18ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? 1 വരും, 2 വരും അല്ലെ? പക്ഷെ അല്ലെ ഇവിടെ 4ന്റെ ഇനി ഉണ്ട് കേട്ടോ. 4ന്റെ ഫാക്ടേഴ്സ് 1 ഉം 2 വരും. അത് കോമൺ ആയിട്ട് 2 ഫാക്ടേഴ്സ് വന്നു. അപ്പോ അങ്ങനെ പെയർ എടുക്കുമ്പോൾ കോപ്രൈം പെയർ എടുക്കണം. കോപ്രൈം പെയർ ആവുമ്പോ കോമൺ ആയിട്ട് ഒരു ഫാക്ടർ മാത്രമേ വരുള്ളൂ. അപ്പൊ 72 ചോദിക്കാറുണ്ട്, പിന്നെ 12 12 ചോദിക്കാറുണ്ട്. 12 ചോദിക്കുമ്പോൾ എന്തെടുക്കുക? 3 × 4. 6 × 2 എടുക്കാൻ പറ്റൂല. കോമൺ ആയിട്ട് 2 ഫാക്ടേഴ്സ് വരും. 3 × 4 എടുക്കുക. അത് കോപ്രൈം പെയർ ആണ്. ഓക്കെ. അത് മനസ്സിലാക്കി വെക്കട്ടെ. ഇതൊക്കെ ചോദിക്കുന്ന വാല്യൂസ് ആണ്. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ 15 എന്ന് പറയുമ്പോൾ ഇനി ക്വസ്റ്റ്യൻ വീണ്ടും തിരിച്ചു തരാം. 15 എന്ന് പറയുമ്പോ എന്താണ്? 3 × 4 ആണ്. 3 × 5 ആണ്. അഥവാ ആ സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആവണം, 5ന്റെ മൾട്ടിപ്പിൾ ആവണം. നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോ
5ന്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നല്ലെങ്കിൽ 5 വരണം അല്ലെങ്കിൽ 0 വരണം. എല്ലാ ഓപ്ഷനിലും ലാസ്റ്റ് ഡിജിറ്റ് എന്താണ് 5 ആണ്. അതുകൊണ്ട് എല്ലാം എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി 3 മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 5 എന്തായാലും എല്ലാ ഓപ്ഷനും 5ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് കിട്ടി. ഇനി 3 മാത്രം നോക്കിയാൽ മതി. 3 നോക്കുമ്പോൾ എന്ത് വരും? ഓപ്ഷൻ എ 6, 8, 4, 2, 5. ഇത് കംപ്ലീറ്റ് ആഡ് ചെയ്യാം വേണമെങ്കിൽ. 6ഉം 8ഉം 14 അല്ലെ? 14 4 18, 18 2 20, 20 5 25. 25 വന്നു. 25 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അതുകൊണ്ട് ഇതിന് 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അല്ലെങ്കിൽ നമുക്ക് 3ന്റെ മൾട്ടിപ്പിൾ വെച്ച് ക്യാൻസൽ ആക്കാം. അഥവാ ഈ 6, 8, 4, 2, 5നെ ആദ്യം ഈ 6 ക്യാൻസൽ ആക്കി, പിന്നെ 4 + 2 6 ക്യാൻസൽ ആക്കി. ബാക്കി എന്ത് വന്നു? 8 + 5 13 വന്നു. 13 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പൊ അത് പറ്റൂല. ഇനി അടുത്ത ഓപ്ഷൻ ബി നോക്കുമ്പോ 6, 9, 4, 1, 5. ഓക്കെ, ഇത് ഒന്നല്ലെങ്കിൽ ആഡ് ചെയ്യാം. 6, 9, 15, 15 4 19, 19 1 20, 21 25. 25 മൾട്ടിപ്പിൾ അല്ല, 3ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇനിയിപ്പോ ഇതേ രീതി വേറെ 6, 9, 4, 1, 5 വെട്ടിച്ചു നോക്കാം. 6 3ന്റെ മൾട്ടിപ്പിൾ ഒഴിവാക്കി. 9 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 5 + 1 6 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 ബാക്കിയായി. അതുകൊണ്ട് എന്തല്ല? 3ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി ഓപ്ഷൻ സി നോക്കുമ്പോ 6, 8, 4, 1, 5. ഓക്കെ, ഇത് ആഡ് ചെയ്യുമ്പോ 6 4 10, 18, 18 1 19, 19 5 എന്താ വരിക? 24. 24 എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഓപ്ഷൻ സി 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓപ്ഷൻ സി എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓൾറെഡി 5ന്റെ മൾട്ടിപ്പിൾ എന്ന് കിട്ടി, 3ന്റെ മൾട്ടിപ്പിൾ ആയി. ഇനിയിപ്പോ അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ 6, 8, 4, 1, 5 3ന്റെ മൾട്ടിപ്പിൾ ക്യാൻസൽ ആക്കാം. 6 ക്യാൻസൽ ആക്കി, 5 1 6 ക്യാൻസൽ ആക്കി. ബാക്കി എത്രയാ? 8 + 4 12. അത് എന്തിന്റെ മൾട്ടിപ്പിൾ ആ? 3ന്റെ മൾട്ടിപ്പിൾ. കംപ്ലീറ്റ് ക്യാൻസൽ ആയി പോയി അല്ലെ? 6 ക്യാൻസൽ ആയി, 5 + 1 6 ക്യാൻസൽ ആയി, 8 + 4 12. അതും 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ കംപ്ലീറ്റ് ക്യാൻസൽ ആയി പോയി. അങ്ങനെ നോക്കിയാലും മതി. ഓപ്ഷൻ ഡിയോ? ഓപ്ഷൻ ഡി നോക്കേണ്ട ആവശ്യമില്ല. 6, 9 ഈ ക്യാൻസൽ ആക്കുന്ന കുറച്ചുകൂടി നല്ല കിട്ടും. നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ അതാണ് നല്ലത്. ഓക്കെ, 6, 9, 5 3 5. ഇവിടെ 6 ക്യാൻസൽ ആക്കി, 9 ക്യാൻസൽ ആക്കി, പിന്നെ ഈ 3 ക്യാൻസൽ ആക്കി, ബാക്കി 5 + 5 10 ബാക്കിയായി. അപ്പൊ ഇത് 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഓപ്ഷൻ സി ആണെന്ന് വരിക, 3ന്റെ മൾട്ടിപ്പിൾ വരിക. അതുകൊണ്ട് നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. അപ്പൊ 15ന്റെ മൾട്ടിപ്പിൾ എങ്ങനെ നോക്കുക? ഡിവിസിബിലിറ്റി എങ്ങനെ നോക്കുക? 15 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ അത് 3 കൊണ്ട് ഡിവിസിബിൾ ആവണം, 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, 15ന്റെ 3 × 5 എന്ന് എഴുതാം. ഓക്കെ, അപ്പോ ഇവിടെ ഓപ്ഷൻസ് ഫുള്ള് 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. പിന്നെ എന്തുകൂടി നോക്കിയാൽ മതി? ഓപ്ഷൻസ് ഫുള്ള് എന്തിന്റെ ഡിവിസിബിൾ ആണ്? 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. കാരണം ഫുള്ളിന് എല്ലാത്തിനും അവസാന ഡിജിറ്റ് 5 ആണ്. ഇനി 3ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. 3ന്റെ മൾട്ടിപ്പിൾ നോക്കണമെങ്കിൽ സം ഓഫ് ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 3 ആവണം, അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ വെച്ച് കംപ്ലീറ്റ് ക്യാൻസൽ ആക്കാൻ പറ്റണം അല്ലെ? രണ്ട് പറഞ്ഞാലും ശരിയാണ്. സം ഓഫ് ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 3 ആവണം. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ സിയിലാണ് സം ഓഫ് ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 3 വരുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അപ്പോ 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. 10ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. The average of 7 numbers is 136. After excluding one of the number, the average remains same. Find the number which is excluded. മക്കളെ, ഒരു ക്ലാസ്സിലെ 7 നമ്പറിന്റെ അവറേജ് 136 ആണ്. അതിൽ നിന്ന് ഒരു നമ്പറിന് ഒഴിവാക്കിയപ്പോ അവറേജിൽ മാറ്റില്ല. അവറേജ് മാറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ഒഴിവാക്കിയ നമ്പറും 136 തന്നെയാണ്. അത് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ആണ്. അഥവാ ഇപ്പോ എന്താ പറയുക, ഒരു നമ്പറിനെ ഒഴിവാക്കിയപ്പോ അവറേജ് കൂടി എന്ന് പറഞ്ഞാൽ, ഒരു നമ്പറിനെ ഒഴിവാക്കിയപ്പോ അവറേജ് കൂടി എന്ന് പറഞ്ഞാൽ ആ ഒഴിവാക്കിയ നമ്പർ അവിടെയുള്ള അവറേജിനേക്കാൾ കുറവുള്ള ആളായിരിക്കും അല്ലെ? ഇനിയിപ്പോ ഒരു നമ്പറിനെ ഒഴിവാക്കിയപ്പോ അവറേജ് കുറഞ്ഞു എന്ന് പറഞ്ഞാലോ, ആ ഒഴിവാക്കിയ ആള് അവിടെയുള്ള അവറേജിനേക്കാൾ കൂടുതൽ വാല്യുള്ള ആളായിരിക്കും. ഇനി അടുത്തൊരു സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ഒരു നമ്പറിനെ ആഡ് ചെയ്തപ്പോ അവറേജ് കൂടി, ഒരു നമ്പറിനെ ആഡ് ചെയ്തപ്പോ അവറേജ് കൂടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആഡ് ചെയ്ത ആള് അവിടെയുള്ള അവറേജിനേക്കാൾ കൂടുതലുള്ള ആളായിരിക്കും അല്ലെ? ഇനി ഒരു നമ്പറിനെ ആഡ് ചെയ്തപ്പോ അവറേജ് കുറഞ്ഞു എന്ന് പറഞ്ഞാലോ, അവിടെ ആഡ് ചെയ്ത ആള് അവിടെയുള്ള അവറേജിനേക്കാൾ കുറവുള്ള ആളായിരിക്കും. പക്ഷെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നുപാട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ 4 കാര്യങ്ങൾ പറയാം. ശ്രദ്ധിക്കട്ടെ, 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഒരു നമ്പറിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ, ഒരു നമ്പറിനെ ഒഴിവാക്കിയപ്പോ അവറേജ് കൂടി, ഒരു നമ്പറിനെ ഒഴിവാക്കിയപ്പോ അവറേജ് കൂടി. വീണ്ടും പറയുന്ന, ഒരു നമ്പറിനെ ഒഴിവാക്കിയപ്പോ അവറേജ് കൂടി എന്ന് പറഞ്ഞാൽ ആ ഒഴിവാക്കിയ ആള് അവറേജിനേക്കാൾ കുറവുള്ള ആളായിരിക്കും. ഒരു നമ്പറിനെ ഒഴിവാക്കിയപ്പോ അവറേജ് കൂടി എന്ന് പറഞ്ഞാൽ ആ ഒഴിവാക്കിയ ആള് അവറേജിനേക്കാൾ കുറവുള്ള ആളായിരിക്കും. ഇനി ഒരു നമ്പറിനെ ഒഴിവാക്കിയപ്പോ അവറേജ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒരു നമ്പറിനെ ഒഴിവാക്കിയപ്പോ അവറേജ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയ ആള് എന്താണ്? അവറേജിനേക്കാൾ കൂടുതലുള്ള ആളായിരിക്കും.
ഓക്കെ, ഒരു നമ്പറിനെ ഒഴിവാക്കിയപ്പോൾ അവറേജ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയ ആള് അവറേജിനേക്കാൾ കൂടുതലുള്ള ആളായിരിക്കും. ഓക്കെ, ഇനി ഒരു നമ്പറിനെ ആഡ് ചെയ്തപ്പോ, ഇൻക്ലൂഡ് ചെയ്തപ്പോ അല്ലെ, ഒരു നമ്പറിനെ ആഡ് ചെയ്തപ്പോ അവറേജ് കൂടി എന്ന് പറഞ്ഞാൽ ആ ആഡ് ചെയ്ത ആള് അവറേജിനേക്കാൾ കൂടുതലുള്ള ആളായിരിക്കും. ഓക്കെ, ഒരു നമ്പറിനെ ആഡ് ചെയ്തപ്പോൾ അവറേജ് കൂടി എന്ന് പറഞ്ഞാൽ ആ ആഡ് ചെയ്ത ആള് അവറേജിനേക്കാൾ കൂടുതലുള്ള ആളായിരിക്കും. ഒരു നമ്പറിനെ ആഡ് ചെയ്തപ്പോൾ അവറേജ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ആഡ് ചെയ്ത ആള് അവറേജിനേക്കാൾ കുറവുള്ള പേരുള്ള ആളായിരിക്കും. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷെ ഒരു നമ്പറിനെ ആഡ് ചെയ്തപ്പോൾ അവറേജിൽ മാറ്റില്ല, ഒരു നമ്പറിനെ ഒഴിവാക്കിയപ്പോൾ അവറേജ് മാറ്റില്ല. അപ്പോ ആ പിന്നെ എന്താ ഒഴിവാക്കിയ ആൾ ആര് തന്നെയാണ്? അവിടെയുള്ള 136 തന്നെയാണ് ഒഴിവാക്കിയത്. വേറെ എക്സാമ്പിൾ പറയാം. ഒരു ക്ലാസ്സിൽ 5 കുട്ടികളുണ്ട്. ഒന്നാമത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി, നാലാമത്തെ കുട്ടി, അഞ്ചാമത്തെ കുട്ടി. ഇവരുടെ കയ്യിൽ അവറേജ് 10 മിഠായി വീതം വിചാരിക്കുക. 10 മിഠായി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ കയ്യിൽ 10 ഉണ്ടാവണമെന്നില്ല. പക്ഷെ കൂടുതലുള്ള ആൾ കുറഞ്ഞ ആൾക്ക് കൊടുത്തിട്ട് അത് 10 രീതിയിൽ ഡിവൈഡ് ചെയ്തു. അതാണ് അവരോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരുടെ കയ്യിൽ എന്തായി? 10 10 10 10 10 10 ആയി. ഓക്കെ, ഈ അഞ്ചാമത്തെ കുട്ടി എന്തായി? ഇവിടുന്ന് അങ്ങ് പോയി. എല്ലാവരുടെ കയ്യിലും എന്താണ്? 10 ആണ്. 10 മിഠായി. ഈ ക്ലാസ്സിലുള്ള 5 കുട്ടികൾ പിന്നെ എന്താ കയ്യിലും 10 മിഠായി വീതം ഉണ്ട് അല്ലെ. അവറേജ് 10 ആണ്. ഇവിടുത്തെ ഈ അഞ്ചാമത്തെ ആൾ ഇവിടുന്ന് അങ്ങ് പോയി അല്ലെ. ആ സെയിം അവറേജ് ഉള്ള ആൾ തന്നെ പോയി. അപ്പൊ അങ്ങനെ വന്നാലും ബാക്കിയുള്ള ഉള്ള ആൾക്കാരുടെ കയ്യിലും തുല്യമായിട്ട് 10 10 10 രീതിയിലില്ലേ. ബാക്കിയുള്ള ആളുടെ കയ്യിൽ അവറേജ് എത്രയാണ്? 10 ആണ്. ആ പോയ ആളും 10 ആണ് അല്ലെ. അപ്പൊ 7 നമ്പറിന്റെ അവറേജ് 136 ആണ്. ഒരാളെ ഒഴിവാക്കിയപ്പോ അവറേജിൽ മാറ്റില്ല എന്ന് പറഞ്ഞാല് ആ പോയ ആൾ എന്താണ്? 136 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഒരാളെ ഒഴിവാക്കിയപ്പോ അവറേജ് മാറ്റില്ല എന്ന് പറഞ്ഞാല് ആ പോയ ആൾ അവറേജും പോയ ആൾ വെയിറ്റ് എന്താ പറയാ പോയ നമ്പറും 136 ആണ് അല്ലെ. 7 നമ്പേഴ്സിന് അവറേജ് 136 ആണ്. ഒരു നമ്പർ ഒഴിവാക്കിയപ്പോഴും അവറേജ് റിമെയിൻ സെയിം എന്ന് പറയുമ്പോൾ ആ പോയ നമ്പർ എന്താണ്? 136 തന്നെയാണ്. ഓപ്ഷൻ എ ആണ് എന്ത് വരിക? നമ്മുടെ 10ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. 11ാം ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ചോദ്യം. The shopkeeper bought an article for Rs 176 and sold it for 220 Rs 220. Find profit percentage. സിമ്പിൾ ആണ്. പ്രോഫിറ്റ് പെർസെന്റേജ് എങ്ങനെ കാണാം? പ്രോഫിറ്റ് പെർസെന്റേജ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ CP into 100 ആണല്ലേ. ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്താ? വാങ്ങിയ വില 126 രൂപക്കല്ലേ വാങ്ങിയത്. അപ്പൊ കോസ്റ്റ് പ്രൈസ് 126 ആണ്. സെല്ലിംഗ് പ്രൈസ് എന്താ? 220 ആണ്. പ്രോഫിറ്റ് എന്താ വരിക? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് അഥവാ 220 മൈനസ് 176 അല്ലെ. സിമ്പിൾ ആണ്. അപ്പൊ തരും എന്താണ്? 220 മൈനസ് 176 എന്താ വരുന്നത്? 44 അല്ലെ. 126 പ്ലസ് 4 180, 180 20 200 270 220 ഓക്കെ 44 വരും. അപ്പൊ പ്രോഫിറ്റ് എന്താണ്? 44 ആണ്. 44 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് 126 ഇൻറ്റു 100 ചെയ്താൽ മതി. ഈ 44 11ന്റെ മൾട്ടിപ്പിൾ ആണ്. 176 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെ മനസ്സിലായി. ഇവിടെ അൾട്ടർനേറ്റ് ഡീറ്റെയിൽ എടുത്ത് ആഡ് ചെയ്ത് മൈനസ് ചെയ്യുക. ഇവിടെ 1 പ്ലസ് 6 7 7 മൈനസ് 7 എന്താ? 0 ആണ്. 44 കണ്ടതിന് മനസ്സിലാവും. 11ന്റെ മൾട്ടിപ്പിൾ 11ന്റെ മൾട്ടിപ്പിൾ 44 എത്ര? 11 4 11 176 ഇവിടെ 1 66 6 16 11 ഈ 4 16 ക്യാൻസൽ ആക്കാം. 1/4 വരും. 1/4 ഇൻറ്റു 100 എന്താ? ഈ 4ഉം 100 ക്യാൻസൽ ആക്കിയാൽ 25% ആയിരിക്കും എന്ത് നമ്മുടെ പ്രോഫിറ്റ് പെർസെന്റേജ്. ഓക്കെ, ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, പ്രോഫിറ്റ് പെർസെന്റേജ് കാണാൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ CP ഇൻറ്റു 100 ആണ് വരിക. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ചോദ്യം. ലൂയിസ് കവേഴ്സ് ഫസ്റ്റ് lap of race at a speed of 470 meter per hour and second lap at a speed of 705 meter per hour. മീറ്റർ പെർ അവർ ആവട്ടെ മൈൽ പെർ അവർ ആവട്ടെ അവിടുത്തെ ഇവിടെ എന്താ പറയാ മൈൽസ് പെർ അവർ ആണെങ്കിൽ നമ്മുടെ ആൻസർ മൈൽസ് പെർ അവറിലായിരിക്കും. മീറ്റർ പെർ ഹവറിലാണെങ്കിൽ നമ്മുടെ ആൻസർ മീറ്റർ പെർ ഹവറിലായിരിക്കും. അത്ര വ്യത്യാസമേ ഉള്ളൂ. ബാക്കി എന്നതിന് ക്വസ്റ്റിനെ ബാധിക്കില്ല കേട്ടോ. ഫൈൻഡ് അവറേജ് സ്പീഡ് ഓഫ് ഫസ്റ്റ് 2 laps. അവറേജ് സ്പീഡ് കാണാം. ഓക്കെ, അവറേജ് സ്പീഡ് കാണാൻ വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് അവറേജ് സ്പീഡ്. അവറേജ് സ്പീഡ് നല്ല ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. SSC ആവട്ടെ അറബി ആവട്ടെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അവറേജ് സ്പീഡിന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? അവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഇതാണ് അവറേജ് സ്പീഡിന്റെ ബേസിക് ഇക്വേഷൻ. ടോട്ടൽ ടൈം. ഓക്കെ, പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത ഇപ്പൊ ആദ്യത്തെ ഒരു x കിലോമീറ്റർ
എ കിലോമീറ്റർ per hour പോയി, അടുത്തൊരു എക്സ് കിലോമീറ്റർ ബി കിലോമീറ്റർ per hour പോയി എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ്, ആ പോയ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അവറേജ് സ്പീഡ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്, ഫേമസ് ഇക്വേഷൻ ആണ്. ഇത് എയും ബി യും എടുത്ത സ്പീഡ്സ് 2ab ഡിവൈഡ് ബൈ a പ്ലസ് ബി എന്ന് എടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റ് എക്സ് കിലോമീറ്റർ എ കിലോമീറ്റർ per hour പോയി, രണ്ടാമത്തെ എക്സ് കിലോമീറ്റർ ബി കിലോമീറ്റർ per hour പോയി, അപ്പൊ അവറേജ് സ്പീഡ് 2ab ഡിവൈഡ് ബൈ s പ്ലസ് ബി. ഇത് വേറെ രീതിയിലും പറയാറുണ്ട്. അതാ ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോയി, ഹോമിൽ നിന്ന് അല്ലെങ്കിൽ ഹൗസിൽ നിന്ന് സ്കൂളിലോട്ട് പോയി, പിന്നെ അല്ലെ എന്നിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ആ പോയ സ്പീഡ് ഒരു എ കിലോമീറ്റർ per hour ആണ്, വന്ന സ്പീഡ് ഒരു ബി കിലോമീറ്റർ per hour ആണ്. ഇവിടെയും എന്താണ് ആ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ്. വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോയി, സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് തിരിച്ചു വന്നു അല്ലെ, ആ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, കുറുക്ക് വഴിയിലൂടെ പോകുന്നതൊന്നും ചിന്തിക്കരുത് അല്ലെ, ഇത് മാക്സിൽ കുറുക്ക് വഴികളില്ല. ഇതെന്താണ്, പോയതും വന്നത് ഒരേ വഴിയിലൂടെ തന്നെയാണ്, ഒരേ നേർപാതയിലൂടെ തന്നെയാണ്. ഓക്കെ, അപ്പോ ഹൗസിൽ നിന്ന് സ്കൂളിലോട്ട് ഒരു എ കിലോമീറ്റർ per hour പോയി, പിന്നെ സ്കൂളിൽ നിന്നും ഹൗസിലോട്ട് ഒരു ബി കിലോമീറ്റർ per hour വന്നു. അവിടെയും ഡിസ്റ്റൻസ് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവുന്ന കേസിൽ അവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ 2ab ഡിവൈഡ് ബൈ a പ്ലസ് ബി ആണ്. അതേപോലെ തന്നെ ഇക്വേഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ്. ശ്രദ്ധിക്കുക, ഒരു റേസ് എന്ന് പറയുമ്പോ ഒരു ലാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വട്ടത്തിലുള്ള ലാപ്പ് ആണെങ്കിൽ ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വിചാരിക്കുക. ഒരു ലാപ്പ് കംപ്ലീറ്റ് ആക്കി എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ തിരിച്ചെത്തി അല്ലെ. അപ്പോഴ ഡിസ്റ്റൻസ്, ഇപ്പൊ ഫസ്റ്റ് ലാപ്പ് 1 സ്പീഡ് എത്രയാ, 470 മീറ്റർ per hour അല്ലെങ്കിൽ മൈൽസ് per hour. ലാപ്പ് 2 സ്പീഡ് എന്താ, അഥവാ ആദ്യത്തെ ലാപ്പ് കംപ്ലീറ്റ് ആക്കി അടുത്ത ലാപ്പ് 2 സ്പീഡ് കൂടിയല്ലേ, 705 മൈൽസ് per hour അല്ലെങ്കിൽ മീറ്റർ per hour. ഓക്കെ, അപ്പോ എന്താണ് അവറേജ് എന്തായിരിക്കും, ഇവിടെ എന്താണ് ഫസ്റ്റ് ലാപ്പ് എന്ന് പറഞ്ഞാലും സെക്കൻഡ് ലാപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്താണ്, ഇവിടെയും കോൺസ്റ്റന്റ് ആണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം, അവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 2ab ഡിവൈഡ് ബൈ a പ്ലസ് ബി യൂസ് ചെയ്യാം. 2ab ഡിവൈഡ് ബൈ a പ്ലസ് ബി. അതല്ലാതെ ബേസിക് ആയിട്ട് അവറേജ് സ്പീഡിന്റെ ഫോർമുല എന്താ, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്. പക്ഷെ ഇവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അവറേജ് സ്പീഡിന് 2ab ഡിവൈഡ് ബൈ a പ്ലസ് ബി യൂസ് ചെയ്യാം. അപ്പൊ എന്തൊരു 2 × 470 × 705 ഡിവൈഡ് ബൈ a പ്ലസ് ബി എന്ന് പറയുമ്പോൾ 470 + 705. ഓക്കെ, ബാക്കി ഇവിടെ എഴുതാം, 2 × 470 × 705 ഡിവൈഡ് ബൈ a പ്ലസ് ബി എന്തൊരും 5 7 4 7 11 1775 വരും. 5 വെച്ച് ക്യാൻസൽ ആക്കണം, 2 5 10, ഇവിടെ 17 3 5 15 25 5 5 25. ഓക്കെ, ഇവിടെയോ 1 5 5 20 4 5 20, ഇവിടെ 1 വരും. ഇനി വീണ്ടും ഇവിടെ 5 വെച്ച് ക്യാൻസൽ ആക്കാം, ഇവിടെ 4 5 20 7 5 35, ഇവിടെയോ 9 5 45, ബാക്കി 20 4 5 94 47 ക്യാൻസൽ ആക്കുമ്പോൾ 2 വരും. ഓക്കെ, അപ്പൊ എന്ത് വരും, 4 ഇതേസ് ഈക്വൽ 4 × 141. 4 × 141 എന്താ വരിക, 1 4 4 4 4 16 ഇഷ്ടം 1 1 4 4 4 1 5 564 മൈൽസ് per hour അല്ലെങ്കിൽ മീറ്റർ per hour. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ മതി, 2ab ഡിവൈഡ് ബൈ a പ്ലസ് ബി യൂസ് ചെയ്താൽ മതി. കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യാം, 2 × 470 × 705 ഡിവൈഡ് ബൈ 470 + 705, അതായിരിക്കും ആൻസർ. 564 ആണ് ഈ ഒരു 12ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 1 മണിക്കൂർ ഏകദേശമായി, അതുകൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളും കേട്ട കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ പാർട്ട് 2 ആയിട്ട് കാണാം. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് അല്ല ഞാൻ എങ്ങനെയാ പോകുന്നത്, ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്, അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്ലാസ് മുതൽ കുറച്ചുകൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെ ഓരോരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ഇതിന്റെ പാർട്ട് 2 ആയിട്ട് ഇത് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇത്രയും നേരം കേട്ടിരുന്നതിന് കണ്ടിരുന്ന ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.